ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ഇപ്പോൾ അടുത്ത് റിലീസായിട്ടുള്ള എന്നെ വല്ലാതെ സാറ്റിസ്ഫൈ ചെയ്ത ഒരു കിടിലൻ ക്രൈം ത്രില്ലർ മൂവിയാണ്. കഥയുടെ പേര് സൈലൻസ് ടു ദ നൈറ്റ് ഓൾ. ഈ കഥയുടെ ഫസ്റ്റ് പാർട്ട് സൈലൻസ് 1 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ട് 2 റിലീസ് ആയപ്പോൾ തന്നെ ഞാൻ ഈ മൂവി കണ്ടു നോക്കി. ഒരു രക്ഷയില്ല. നല്ല കിടിലൻ ട്വിസ്റ്റുകളും വേറെ ലെവല് ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു പിടുത്തം തരാത്ത ത്രില്ലിംഗ് സ്റ്റോറിയും ഫസ്റ്റ് പാർട്ടിനെക്കാളും ഫാർ ബെറ്റർ ആണ്. അപ്പോൾ കഥ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ ഈ മൂവിക്ക് 5-ൽ എത്ര സ്റ്റാർ കൊടുക്കാൻ പറ്റും കമന്റിൽ എഴുതിയാൽ മതി. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുപോലുള്ള കഥകൾ കാണാൻ തോന്നുകയാണെങ്കിൽ ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഈ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മൾ തുടങ്ങല്ലേ. കഥയുടെ ആരംഭത്തിൽ ആസ്മ എന്ന ഒരു പെൺകുട്ടി, അവളൊരു കോൾക്കളാൻ തോന്നുന്നുണ്ട്. അങ്ങനെ തന്റെ കസ്റ്റമറുമായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത ശേഷം അവൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് അവിടുന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് അവളുടെ കസ്റ്റമറില്ലേ അങ്ങേർക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ എന്തോ ടെൻഷൻ ന്യൂസ് കിട്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. അയാളുടെ കൺട്രോൾ നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തിൽ അയാൾ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ആസ്മ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ പൈസയൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോയി നോക്കുമ്പോൾ അവളുടെ കയ്യിൽ ഫോണ് സ്ലിപ്പായിട്ട് ആ റൂമിൽ ഓപ്പൺ ചെയ്ത് വെച്ചൊരു ലാപ്ടോപ്പിന്റെ കീബോർഡിന് മേലെ വീഴാണ്. അപ്പോൾ ആ ലാപ്ടോപ്പില് എന്തോന്ന് ഓപ്പൺ ആയത് അവൾ കണ്ടിട്ട് അവള് വല്ലാതെ ഭയന്ന് ഷോക്കായിട്ട് ആ ഒരു വിഷ്വൽസ് അവളുടെ ഫോണിൽ ക്യാപ്ചർ ചെയ്തെടുക്കുകയാണ്. എന്നാൽ അവൾ ഫോട്ടോ എടുത്ത് മനസ്സിലായപ്പോൾ ആ കസ്റ്റമറില്ലേ അവളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. പിന്നീട് അവൾക്ക് എന്താ സംഭവിച്ചത് നമ്മൾ കാണുന്നില്ല. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള ACP വർമ്മയാണ്. ഹീറോ തന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് സിറ്റിയിൽ ഏതോ ഒരാളില്ലേ ഒരു ലേഡിയെ ഉപദ്രവിക്കുന്ന കാണുന്നത്. ഈ ഒരു പെൺകുട്ടി ആരെന്ന് വെച്ചാൽ ഇവളൊരു കോളുകളാണ്. അവൾക്ക് പൈസ കൊടുത്തിട്ട് അവളെ കമ്പൽ ചെയ്ത് വരാൻ പറയുമ്പോൾ അവൾക്ക് താല്പര്യമില്ലെന്ന് അയാളോട് എത്ര പറഞ്ഞിട്ടും അയാൾ കേൾക്കുന്നില്ല. അവളെ വല്ലാതെ ഫോഴ്സ് ാണ്. എന്നാൽ ആ കാഴ്ച നമ്മുടെ ഹീറോ കണ്ടപ്പോൾ വല്ലാതെ പ്രഷറായിട്ട് അവനോട് പറയുന്നുണ്ട്, മര്യാദക്ക് അവൾ പറഞ്ഞില്ലേ അവൾക്ക് വരാൻ പറ്റില്ലെന്ന്. ഒരാൾ നോ എന്ന് പറഞ്ഞാല് അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കേ. അപ്പോൾ ആ കാലിപ്പില് താനേതാടോ, താൻ പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അതും കൂടി ആയപ്പോ ഹീറോയുടെ മുഴുവൻ കൺട്രോളും പോയിട്ടുണ്ട്. അവന്റെ കരണക്കുറ്റി അടിച്ചു പൊടിച്ചിട്ട് അവന്റെ സെൻട്രൽ ബോൾട്ടിന്റെ ഞെട്ടൂരി അവന്റെ കൈ ഒടിച്ചു വിടുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ ഹെഡ് ഫോൺ ചെയ്തിട്ട് ഹീറോയോട് പറയുന്നത്, കുറച്ചു സമയം മുമ്പ് നൈറ്റ് ഓൾ എന്ന ബാറില് ഏതോരുത്തം കയറിയിട്ട് 10 ആളുകളെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ട്. ആ ഒരു കേസ് നീ ഒന്ന് അന്വേഷിക്കേ. അപ്പൊ ഹീറോ, അല്ല സാറേ, ഈ ഒരു കേസൊക്കെ സാധാരണ ലോക്കൽ സ്റ്റേഷനിലേക്കല്ലേ ഏൽപ്പിക്കാറ്. നമ്മള് സ്പെഷ്യൽ ക്രൈം യൂണിറ്റ് ഈ കേസ് എടുക്കേണ്ട ആവശ്യം എന്താ? ഈ ഒരു കേസിൽ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ ഹെഡ് പറയുന്നുണ്ട്, നീ ഗസ് ചെയ്ത് കറക്റ്റ് തന്നെയാണ്. ആ ഒരു കൊലയാളി കൊലപ്പെടുത്തിയ 6 ആളുകളിലെ ഒരാള് മിനിസ്റ്ററുടെ PA ആണ്. അപ്പോൾ ആ PA കൊലപ്പെടുത്താനായിരിക്കാം അവൻ ആ ബാറിലേക്ക് വന്നിട്ടുണ്ടാവുക. അയാളെ കൊലപ്പെടുത്തിയ ശേഷം ഒരു സാക്ഷിയും ബാക്കി വെക്കാതിരിക്കാനായിരിക്കാം ബാക്കി 5 പേരെയും കൂടി അവൻ കൊലപ്പെടുത്തി രക്ഷപ്പെട്ടു പോയത്. ഇനിയും വൈകിപ്പിക്കണ്ട, വേഗം തന്നെ ആ ഒരു ക്രൈം സീനിലേക്ക് പോകാൻ നോക്ക്. അങ്ങനെ ഹീറോയിലെ തന്റെ ടീമിനെയും കൂട്ടിയിട്ട് ആ ഒരു മർഡേഴ്സ് നടന്നിട്ടുള്ള നൈറ്റ് ഓൾ എന്ന ബാറിലേക്ക് പോവാണ്. ആ ഒരു ബാറിന്റെ അവസ്ഥ വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റില്ല, ബ്ലർ ചെയ്ത് കാണിക്കാൻ പറ്റും. കാരണം ചുറ്റിലും ഡെഡ് ബോഡീസ് ആണ്. അതുപോലെ ബാറിന്റെ ഉള്ളിലുള്ള പല സാധനങ്ങളും ആ ഒരു കൊലയാളി തകർത്തിട്ടും പോയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ആ ഒരു 6 ആളുകളിലെ ഒരു പെൺകുട്ടിയുണ്ട്. അവളേതെന്ന് വെച്ചാല് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആസ്മയില്ലേ അവള് തന്നെയാണ്. എന്നാല് എല്ലാ ആളുകളും ഷൂട്ട് കൊണ്ടിട്ട് ടേബിളിൽ തന്നെയാണ് കടന്നിട്ടുള്ളത്. എന്നാൽ ആസ്മ മാത്രം നിലത്താണ് വീണ് കിടക്കുന്നത്. അങ്ങനെ ആ ബാറിന്റെ ഉള്ളിലേക്ക് പോയിട്ട് CCTV വിഷ്വൽസ് ഒക്കെ ഹീറോയും ടീമും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരുത്തൻ മുഖമൊക്കെ മറിച്ചിട്ട് ഹൂഡിയ കെട്ടിട്ടാണ് ബാറിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കള്ളനായിരിക്കാം. പിന്നീട് ഉള്ളിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാന്ന് ഹീറോ തന്നെ ഒന്ന് ഗസ് ചെയ്ത് നോക്കുകയാണ്. ആ ഒരു കൊലയാളി നേരെ വന്ന് ബാറിലെ റിസപ്ഷനിസ്റ്റ് ഇല്ലേ അവനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് കൗണ്ടറിൽ നിന്ന് പൈസ എടുത്ത ശേഷമാണ് പിന്നീട് മിനിസ്റ്ററിന്റെ PA കൊലപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു മർഡർ കണ്ട എല്ലാ സാക്ഷികളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ബാക്കി 5 ആളുകളെയും അവൻ കൊലപ്പെടുത്തിയത്. അങ്ങനെ ഏകദേശം നടന്നത് ഇങ്ങനെയായിരിക്കാന്ന് ഹീറോ ഗസ്റ്റിലെത്താണ്. അങ്ങനെ മരണപ്പെട്ട ഓരോ ഡെഡ് ബോഡിയുടെ പോക്കറ്റിൽ നിന്നും അവരുടെ ഐഡന്റിറ്റി കാർഡുകൾ, അതുപോലെ ഫോണ്, പേഴ്സ്, എന്തൊക്കെ എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റോ എല്ലാം എടുത്തോണ്ടിരിക്കുമ്പോഴാണ് വെടികൊണ്ട് കിടക്കുന്നതിൽ ഒരാൾക്ക് ചെറിയ ജീവനുണ്ട്. വേഗം തന്നെ അയാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാണ്. കറക്റ്റ് ടൈമിന് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് തന്നെ അങ്ങനെ മരണപ്പെട്ടിട്ടില്ല. അപ്പോൾ ഹീറോയിൻ ടീമും ശരിക്ക് ബാറിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദ്യം ചെയ്യാണ്. ഇന്നലെ ശരിക്ക് ബാറിൽ എന്താ സംഭവിച്ചത്, നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ പറയാൻ പറയുമ്പോൾ, സാറേ ബാറിലേക്ക് ഏതോ ഒരുത്തൻ കറുത്ത് ഹൂഡി പോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് കയറി വരികയായിരുന്നു. എന്നിട്ട് അയാൾ കൈതട്ടി. അപ്പൊ ആ ശബ്ദം എന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ അയാള് ഗണ്ണ് പുറത്തെടുത്തിട്ട് നമ്മൾ ഓരോരുത്തരെയും ഷൂട്ട് ചെയ്യായിരുന്നു. ഞാൻ കരുതിയത് ഞാൻ തീർന്നു പോയിന്നോ. എന്നെ രക്ഷിച്ചത് സാറാണോ? വലിയ ഉപകാരമുണ്ട് സാറേ. അപ്പൊ ഹീറോ, അതല്ല, ബാറിലേക്ക് അവൻ ഒറ്റക്കാണോ വന്നേ അല്ലെങ്കിൽ അവന്റെ കൂടെ ഏതെങ്കിലും കൂട്ടാളി ഉണ്ടായിരുന്നോ? അപ്പൊ അയാൾ പറയുന്നുണ്ട്, സാർ
സാറേ ഞാൻ കണ്ടത് ഒരുത്തനെ മാത്രം, അവന്റെ കൂടെ ആരുള്ളത് ശ്രദ്ധിച്ചിട്ടില്ല. എന്നാല് അവന്റെ ഫേസും വ്യക്തമായിരുന്നില്ല. ആ ഒരു ഹൂഡിയില് അവൻ വല്ലാതെ താഴ്ത്തിയിട്ടായിരുന്നു. എന്നാല് അവന് കൊമ്പമീശ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഹീറോ അല്ല അവൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആരുടെങ്കിലും പേര് വിളിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ? അപ്പോൾ അയാൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട്, സാർ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ പക്ക് പക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഷൂട്ട് ചെയ്തത്. എന്ത് ബക്ക് ബക്ക് എന്നാ? ഇതിപ്പോ ഒരു ക്ലൂ ആയിട്ട് കൂട്ടാൻ പറ്റുമോ? ഇനിയിപ്പോ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ ഉടനെ തന്നെ എന്നെ വിളിച്ച് പറയാനും പറഞ്ഞിട്ട് ഹീറോ തന്റെ നമ്പറും കൊടുത്തിട്ട് തന്റെ ടീമിനെ കൂട്ടിട്ട് നേരെ ഓഫീസിലേക്ക് പോവാണ്. ഇനിയിപ്പോ ശരിക്ക് ആ ഒരു ബാറിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് കണ്ടെത്തണ്ടേ. അപ്പോൾ ഓൾറെഡി ബാങ്കത്തെ CCTV വിഷ്വൽസ് ഹീറോ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു വിഷ്വൽസ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് ഒരുത്തൻ കറുത്ത ഹൂഡ് ഡ്രസ് ഇട്ടിട്ട് ആദ്യം ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷമില്ലേ ഒരു ഗ്രേ കളർ ഹൂഡ് ഇട്ടിട്ട് വേറൊരുത്തിനും പിന്നാലെ പോകുന്നുണ്ട്. രണ്ടുപേരും ഹൂഡ് ഇട്ടിട്ട് മുഖം മറിച്ചിട്ട് ഉള്ളിലേക്ക് വന്ന സ്ഥിതിക്ക് ചിലപ്പോ ആ ഒരു പാർട്ട്നേഴ്സ് ആയിരിക്കുമെന്ന് ഹീറോയ്ക്ക് ഒരു ഡൗട്ട് വരികയാണ്. അങ്ങനെ ആ ഒരു ക്രൈം സീനിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ശരിക്കും അരിച്ച് പെറുക്കാണ്. കാരണം എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാലോ. അങ്ങനെ അവർ ഓരോരുത്തരും അത് ചെക്ക് ചെയ്യുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, എല്ലാവരുടെ ബോഡിയും ചെക്ക് ചെയ്തിരുന്നോ? എല്ലാ എവിഡൻസും കളക്ട് ചെയ്തോ? അതുപോലെ ആരൊക്കെയാണ് മരണപ്പെട്ടതെന്ന് ഐഡന്റിഫൈ ചെയ്തോ? അപ്പോൾ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, സാറേ നമ്മൾ എല്ലാവരെയും ചെക്ക് ചെയ്തതാ. എല്ലാവരുടെ പോക്കറ്റിൽ നിന്നും അവരുടെ ഐഡന്റിറ്റിയും അതുപോലെ ഫോണും കിട്ടിയിരുന്നു. എന്നാൽ ആ പെൺകുട്ടിയുടെ പോക്കറ്റിലോ അവിടെ അരികിലായിട്ടോ അവളുടെ ഫോൺ ഉണ്ടായിരുന്നില്ല. ആ ഒരു പെൺകുട്ടി ഇനി ഒറ്റക്കാണ് വന്നേ, അവൾ ആരുടെയെങ്കിലും കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നെന്നും അറിയില്ല. ചിലപ്പോ ആ ഒരു കൊലയാളിയില്ലേ അവൻ റിസപ്ഷനിൽ നിന്ന് തന്നെ പൈസ എടുത്തല്ലേ, അപ്പൊ ആ പെൺകുട്ടിയുടെ ഫോണും ചിലപ്പോൾ പേഴ്സും അടിച്ചിട്ട് പോയതായിരിക്കാം. അപ്പൊ ഹീറോയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ബാക്കി ആളുകളുടെ പേഴ്സോ ഫോണ് എന്തുകൊണ്ടാണ് അയാൾ കൊണ്ടുപോകാതിരുന്നത്? അങ്ങനെ അസ്മിയുടെ ഫോട്ടോ ഹീറോ ഒന്ന് ശരിക്കും ചെക്ക് ചെയ്തിട്ട് അവൾ ആ ബാറിൽ എവിടെയായിരുന്നു ഇരുന്ന് നോക്കുമ്പോൾ അവള് 4ാമത്തെ ടേബിളിലായിരുന്നു. അവളുടെ നേരെ മുമ്പിലായിട്ട് വേറൊരു പയ്യൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവന്റെ പേര് ജോയ് എന്നാണ്. അവനും ആ ഷൂട്ട് ഔട്ടിൽ മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആദ്യം ജോയെ ഷൂട്ട് ചെയ്ത ശേഷമാണ് അസ്മിയെ ആ ഒരു കില്ലർ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നോർമലി എല്ലാ ആളുകളെയും പല പല സ്ഥലത്തുനിന്ന് പല പല ഭാഗത്തേക്കാണ് ഷൂട്ട് ചെയ്തത്. എന്നാൽ അസ്മിയെ മാത്രം നേരെ ഓപ്പോസിറ്റ് പോയിട്ട് അവളുടെ നേരെ നെഞ്ചിലേക്കാണ് ആ നിറ ഒഴിച്ചിട്ടുള്ളത്. അതായത് ഒരിക്കലും അവള് രക്ഷപ്പെടാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് ഷൂട്ട് ചെയ്ത പോലെ. എന്നാൽ നമ്മൾ ഗസ് ചെയ്ത് എന്താ, ചിലപ്പോ വെടി കൊണ്ട ശേഷം അവളുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് അവള് താഴെ വീണതായിരിക്കുന്നല്ലേ. എന്നാൽ നോർമലി വീണതാണെങ്കിൽ അവള് ഒന്നുകിൽ മലർന്നായിരിക്കും വീണിട്ടുണ്ടാവേണ്ടത്. എന്നാൽ അവള് വീണ് കിടക്കുന്നത് ഒരു സൈഡിലേക്കാണ്. അത് മാത്രമല്ല അവളുടെ മുഖത്ത് നല്ല ക്ഷതവും പറ്റിയിട്ടുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കി 4 പേരുടെ ബോഡിക്ക് ഇതുപോലെ ക്ഷതം പറ്റുമോ അല്ലെങ്കിൽ അവരെ ഉറപ്പായിട്ടും കൊലപ്പെടുത്തണമെന്ന് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത പോലെയൊന്നും തോന്നില്ല. അസ്മിയുടെ ബോഡി കാണുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ എന്തൊക്കെയോ മിസ്റ്ററീസ് ഈ ഒരു മർഡറിന്റെ പിന്നില് ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നെനിക്ക് തോന്നുന്നുണ്ടെന്ന് ഹീറോ തന്റെ അസിസ്റ്റൻസിനോട് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഗസ് പറയാം, എന്നാൽ നിങ്ങൾ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. അതായത് ആ ഒരു കൊലയാളിയുടെ യഥാർത്ഥ ടാർഗറ്റ് അത് മിനിസ്റ്ററുടെ പി ആയിരുന്നില്ല, മറിച്ച് അസ്മി ആയിരുന്നു. എന്നാൽ അസ്മിയെ കൊലപ്പെടുത്തിയത് ബാക്കിയുള്ള ആളുകൾ കണ്ടു എന്നുള്ള ഒറ്റ കാര്യത്തിന് ഒരു സാക്ഷിയും വിട്ടുവെക്കാതിരിക്കാനാണ് അവരെ ഓരോരുത്തരെ ആ കൊലയാളി കൊലപ്പെടുത്തിയത്. ഈ ഒരു കേസിന്റെ പിന്നിലെ ചുരുളുകൾ അഴിയണമെങ്കിൽ മിനിസ്റ്ററുടെ പിയുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. അതിനു പകരം ഈ ഒരു പെൺകുട്ടി അസ്മിയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ റീസൺ എന്താണ്, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഹീറോയുടെ കൺക്ലൂഷൻ പറഞ്ഞപ്പോൾ ഹീറോയുടെ അസിസ്റ്റൻസിനും ഹീറോ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ഉറപ്പാവുന്നുണ്ട്. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യ്, ആദ്യം ഈ ഒരു പെൺകുട്ടി അസ്മി ഇവളുടെ ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്യുക. ഇവള് ചെയ്തിട്ടുണ്ടായിരുന്ന ജോലി എന്തായിരുന്നു, ഇവളുടെ ഫ്രണ്ട് സർക്കിള് എവിടെയായിരുന്നു ഇവള് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ ആ ഒരു ബാറിന്റെ ചുറ്റിലുള്ള ഏതൊക്കെ ബിൽഡിങ്ങുകളിൽ CCTV ക്യാമറയുണ്ടോ അവിടത്തേക്ക് വിഷ്വൽസ് കളക്ട് ചെയ്യും. അതുപോലെ അന്ന് ബാറിലേക്ക് ഏതൊക്കെ കാറ് വന്നിട്ടായിരുന്നത് ആ ഒരു ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. കാരണം ആ ഒരു വണ്ടിയിൽ ഏതെങ്കിലും കൊലയാളി ഉപയോഗിച്ചതാണെങ്കിലോ ഓൾറെഡി മരണപ്പെട്ടവരതല്ലാതെ വേറെ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ അന്വേഷണം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അടുത്ത സീനില് നമ്മുടെ ഹീറോയില്ലേ തന്റെ വീട്ടില് കോഫി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ഒരു ലേഡി പോലീസ് ഇൻസ്പെക്ടർ ഹീറോയെ വിളിച്ച് പറയുന്നുണ്ട്, ഇതിന് മുൻപ് നമ്മൾ പല കേസിലും ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, എന്റെ പേര് ജയ എന്നാണ്, ഓർമ്മയുണ്ടോ? അപ്പൊ ഹീറോ പറയുന്നുണ്ട്, പിന്നെ ഓർമ്മയില്ലാതെ, എന്തൊക്കെയുണ്ട് വിശേഷം, എന്താ വിളിച്ചേ? അപ്പോ ജയ പറയുന്നുണ്ട്, സാറേ ഞങ്ങളുടെ നാട്ടിനടുത്ത് ഒരു ലേക്കിനരികില് ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. അപ്പോ എനിക്ക് സാറിന് ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ആ ഒരു പെൺകുട്ടിയുടെ ബോഡി നമ്മൾ കണ്ടെത്തുമ്പോൾ അവള് മരണപ്പെട്ടിട്ട് 3 ദിവസത്തിൽ കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം അവളുടെ ബോഡി അഴുകി തുടങ്ങിയിരുന്നു. അവളെ കൊലയാളി ആദ്യം കഴുത്ത് നെരിച്ച് കൊലപ്പെടുത്തിയിട്ട് അതിനുശേഷം അവളെ ഷൂട്ട് ചെയ്ത് അവളുടെ മരണം ഉറപ്പുവരുത്തിയിട്ടാണ് അവൻ അവിടെ നിന്ന് പോയിട്ടുള്ളത്. ഇതുപോലെ ഏകദേശം സിമിലാരിറ്റി ഉള്ള ഒരു കേസ് നമ്മൾ മുൻപും അന്വേഷിച്ചിരുന്നില്ലേ? അപ്പോ ഞാൻ സാറെ വിളിച്ചത് ഇനിയിപ്പോ ആ ഒരു കേസില് അതേ കൊലയാളി ആയിരിക്കോ അല്ലെങ്കിൽ അവന്റെ ആ ഒരു പാത പിന്തുടർന്നിട്ട് അവനെ കോപ്പി ചെയ്ത് കൊലപാതകം ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തനായിരിക്കോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ?
അപ്പൊ ഹീറോ പറയുന്നുണ്ട് ജെ ഒരു കാര്യം ചെയ്, ആ ഒരു കേസ് ഡീറ്റെയിൽസ് ഒക്കെ എനിക്കൊന്ന് അയക്കേ, ഞാനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്റെ അഭിപ്രായം ഞാൻ പറയാം. അങ്ങനെ ഹീറോ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ തന്റെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, സാറേ ആ ഷൂട്ട് ഔട്ടിൽ മരണപ്പെട്ട പെൺകുട്ടിയില്ലേ, അവളുടെ ഡീറ്റെയിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. അവളുടെ പേര് അസ്മ ഖാൻ എന്നാണ്. അവളുടെ ആധാർ കാർഡ് വെച്ച് അവളുടെ അഡ്രസ്സും അതുപോലെ അവളിപ്പോ അടുത്ത് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് മുംബൈയിൽ ഒറ്റയ്ക്കാണ്. അതുപോലെ അവളുടെ വീടും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഹീറോ കൂടുതലായിട്ട് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമെന്നൊന്ന് നോക്കി നോക്ക്. അങ്ങനെ ഹീറോ ഓഫീസിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഓൾറെഡി അസിസ്റ്റന്റ് ഇല്ലേ ഹീറോ പറഞ്ഞിട്ട് എങ്ങനെയായിരിക്കാം ആ ഒരു പെൺകുട്ടി ഷൂട്ടേറ്റ് മരണപ്പെട്ടെന്നുള്ള ഒരു അനിമേഷൻ മോഡലുള്ള എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ വന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ക്രൈം സീൻ അവർ ചെക്ക് ചെയ്ത ശേഷം സാറ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൊലയാളി ആദ്യം ആ ഒരു പെൺകുട്ടിയുടെ മുൻപിലേക്ക് പോയിട്ട് ജോയെ കൊലപ്പെടുത്തിയ ശേഷമാണ് അവളുടെ നെഞ്ചിൽ നിറയൊഴിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാവുന്നുണ്ട്, അതായത് അവളോട് എന്തോ റിവെഞ്ച് തീർക്കുന്ന പോലെയാണ് ആ ഒരു കൊലയാളി അവളുടെ നേരെ മുൻപിൽ പോയിട്ട് അവള് കാണുന്ന രീതിയിൽ അവളെ ഭയപ്പെടുത്തിയിട്ട് അവളെ കൊലപ്പെടുത്തിയത്. അതുമാത്രമല്ല ആസ്മി മരണപ്പെട്ടപ്പോ അവളുടെ അരികിലുണ്ടായിരുന്ന ജോയില്ലേ, അവനും ആസ്മിയും രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം പലപ്പോഴായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ കോളിലൂടെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അതുമാത്രമല്ല ആസ്മിയും അതുപോലെ തന്നെ ജോയും വേറെ ഒരു പ്രത്യേക നമ്പറിലേക്ക് പലപ്പോഴും കോൾ ചെയ്തിട്ടുണ്ട്. അവന്റെ പേര് റിസ്വാൻ എന്നാണ്. എന്നാൽ അവന്റെ നമ്പറിലേക്ക് കോൾ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. അന്വേഷിച്ച് നോക്കിയപ്പോ അവൻ നാട്ടിലേക്ക് പോയതാണെന്ന് അറിഞ്ഞ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാവുന്നുണ്ട്, അതായത് മരണപ്പെട്ട ജോയും അസ്മിയും അതുപോലെ റിസ്വാനും ഇല്ലേ, ഇവര് മൂന്നുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു തോന്നുന്നുണ്ട്. അതുമാത്രമല്ല ജോ മരണപ്പെടുന്നതിന് മുൻപ് ഒരു കാറ് ഗാരേജിലേക്ക് അവൻ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗാരേജിലേക്ക് ഞങ്ങൾ വിളിച്ചു നോക്കിയപ്പോൾ അവര് പറഞ്ഞത് ജോയുടെ കാറ് പഞ്ചറായതാണ്, അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്, വർക്ക് ഫുള്ള് തീർന്നു കഴിഞ്ഞാൽ വിളിക്കാന്ന് പറഞ്ഞിട്ട് ആ ഗാരേജിൽ നിന്ന് ഫോൺ കട്ട് ചെയ്തതാണ്. അതുമാത്രമല്ല ആ ഒരു ബാറിന്റെ അതുപോലെ അവർ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന വീടിന്റെ ആ ഒരു ഏരിയയിലെ മുഴുവൻ CCTV വിഷ്വൽസും കളക്ട് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് അതൊക്കെ നല്ലത് തന്നെ, അതിനേക്കാളും മുമ്പ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന ആ ഒരു റിസ്വാനില്ലേ, ഫോൺ വിളിച്ചിട്ട് കണക്ട് ആവുന്നില്ല, അതുപോലെ മുംബൈയിലില്ല, അവൻ എങ്ങോട്ടോ പോയതെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവനെ ആദ്യം കണ്ടുപിടിക്കുക. കാരണം അവന്റെ അടുത്താണ് ഈ കേസിലെ പല രഹസ്യങ്ങളുടെയും ഉത്തരവുള്ളത്. അതിനുശേഷം ഹീറോ ഇല്ലേ നമ്മുടെ ആസ്മിയുടെ അടക്കം 6 പേരുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വിളിക്കുകയാണ്. എന്നിട്ട് ഹീറോയ്ക്കൊരു ഡൗട്ട് ഉണ്ട്, അതായത് അസ്മിയുടെ ഫോട്ടോയില് അവളുടെ ഫേസിലായിട്ട് ഒരു ക്ഷതമുണ്ട്. അപ്പൊ ഹീറോയുടെ സംശയം അത് അവൾക്ക് വെടികൊള്ളുന്ന ആ സമയത്ത് സംഭവിച്ചതാണോ അല്ലെങ്കിൽ അതിന് മുമ്പ് സംഭവിച്ചതാണെന്നാണ്. അപ്പൊ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ആ ഒരു ക്ഷത അവൾക്ക് അവളുടെ മരണത്തിന്റെ 2-3 ദിവസം സംഭവിച്ചാണ്. അതായത് ആരോ അവളെ ശക്തമായിട്ട് ഫേസിൽ അടിച്ചിട്ടുണ്ട്. കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടതല്ലേ അവളെ ഒരു കസ്റ്റമർ ഉപദ്രവിക്കുന്നത്. അപ്പൊ ഹീറോയുടെ ഡൗട്ട്, അല്ല അവളെ എന്തിനായിരിക്കും ഇങ്ങനെ ഒരുത്തൻ അടിക്കേണ്ട കാരണം? ഇനിയിപ്പോ അവൻ തന്നെ ആയിരിക്കോ അസ്മിയുടെ കൊലപാതകത്തിന് പിന്നില്? അടുത്ത സീനില് നമ്മുടെ അനിമലിലെ ഹീറോയെ പോലെ ഒരു താടിക്കാരൻ കാണിക്കുന്നുണ്ട്. ഇവന്റെ പേരാണ് അർജുൻ. ഇവനെന്തോ മാനസിക പ്രശ്നം തോന്നുന്നുണ്ട്. അതായത് ഏതൊക്കെയോ ഡ്രാമ ക്യാരക്ടറൊക്കെ ആയിട്ടാണ് അവന്റെ ലൈഫിൽ അവൻ ജീവിക്കുന്നത്. അതുപോലെയാണ് എല്ലാ ആളുകളോടും അവൻ ബിഹേവും ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഏതോ ഒരു സ്ഥലത്തൊരു ചെറിയ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എനിക്കെന്റെ വീട്ടിലേക്ക് പോയാൽ മതി. അപ്പോൾ അവളുടെ അരികിലേക്ക് ഒരു റോസി എന്ന സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട് ഇനി മുതൽ ഞാൻ പറയുന്നതാണ് നീ കേൾക്കാന്. അതായത് നിന്റെ ജീവിതത്തിലൊരു മാറ്റം വരുത്തണ്ടേ, നിനക്ക് നല്ലൊരു ആക്ടിങ് കരിയർ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ നിനക്ക് നല്ല രീതിയിൽ ജീവിക്കാം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അതും പറഞ്ഞിട്ട് അവളോട് പോവാണ്. അപ്പോഴാണ് റോസിയുടെ കൂടെ തന്നെ ഒരു അസിസ്റ്റന്റ് ലേഡി ഉണ്ട്. ഇവരുടെ പേരാണ് ബബി. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോയുടെ പോലീസ് അസിസ്റ്റൻസ് ഇല്ലേ, അവര് അസ്മിയുടെ അതുപോലെ ജോയുടെ റിസ്വാന്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യാണ്. എന്നാൽ റിസ്വാന്റെ വീട് നോക്കുമ്പോൾ അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. നെയ്ബർ ആയിട്ടുള്ള ഒരു ആന്റി പറയുന്നുണ്ട് അവനും എന്റെ വീട്ടിലേക്ക് പോയതാ, ഇതുവരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ല. മറ്റൊരു ഭാഗത്ത് അസ്മിയുടെ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവളുടെ വീട് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടാണുള്ളത്. അങ്ങനെ ഗണ്ണുമായിട്ട് പതിയെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ വീട് മുഴുവനായിട്ട് ആരോ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ആരോ ഈ വീട്ടിലേക്ക് വാതിൽ തകർത്ത് വന്നിട്ട് അവരെന്തോ തേടി നോക്കിയിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അവളുടെ മരണത്തിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും ക്ലൂ കിട്ടിയാലോ. അങ്ങനെ ടീം ആ റൂം അരിച്ചു പെറുക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയുടെ അസിസ്റ്റന്റ് ലേഡി പോലീസ് അല്ലേ, അവർക്കൊരു കാര്യം മനസ്സിലാവുന്നേ. അസ്മിയുടെ ഷെൽഫ് ചെക്ക് ചെയ്യുമ്പോൾ ആ ഷെൽഫില് എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറെ ഡ്രസ്സ് ഉണ്ട്, അതുപോലെ ഒരു ഹാൻഡ് ബാഗും കാണുന്നുണ്ട്. എന്നാൽ അസ്മിയുടെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അവളൊരു റിച്ച് പെൺകുട്ടിയല്ല, സാധാരണ പെൺകുട്ടിയാണ്. ചെറിയ ചെറിയ ഡെക്കറേഷൻ വർക്കൊക്കെ എടുത്തിട്ടാണ് അവളുടെ ലൈഫ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെയൊരു പെൺകുട്ടിയുടെ കയ്യിൽ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സും ബാഗൊക്കെ എങ്ങനെ വരിക? അപ്പൊ ഹീറോ പറയുന്നുണ്ട് ഒരു പക്ഷേ അസ്മിക്ക് ഏതെങ്കിലും പണക്കാരനായിട്ടുള്ള ബോയ് ഫ്രണ്ട് ഉണ്ടായിരിക്കും. ഹീറോ പറയുന്നത് ലോജിക് ആയതുകൊണ്ട് തന്നെ അവര് മറുത്തൊന്നും പറയുന്നില്ല. അങ്ങനെ അവര് വീണ്ടും ചെക്ക് ചെയ്യുമ്പോഴാണ് അതേ റൂമിൽ വെച്ചിട്ട് അവർക്കൊരു ക്ലിനിക്കിന്റെ ബില്ല് കിട്ടുന്നത്. നോക്കുമ്പോൾ അവള് മരണപ്പെടുന്നതിന്റെ 2 ദിവസം മുമ്പ് അവൾ ഈ ക്ലിനിക്കില് എന്തോ ചെക്കപ്പിന് വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്ലിനിക്കിൽ പോയിട്ട് ഡോക്ടർമാര് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഹീറോ അസിസ്റ്റന്റും കൂടി നേരെ ആ ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യാൻ പോണ്. ഈ ഒരു ഡോക്ടർ ആരാന്ന് വെച്ചാല് ഓൾറെഡി അസ്മിയുടെ 3ാമത്തെ കൂട്ടുകാരായിട്ടുള്ള റിസ്വാനെ കാണുന്നില്ലല്ലോ,
ആ ഒരു റിസ്വാന്റെ അമ്മാവനാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എന്റെ കസിൻ റിസ്വാനാണ് അവന്റെ ഫ്രണ്ട് അസ്മയെ ആരോ അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഹീറോ അല്ല ശരിക്കും എന്താ അസ്മക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് ഞാനും ചോദിച്ചു, പക്ഷേ അവരെന്നോട് ഒന്നും വിട്ട് പറഞ്ഞില്ല. അപ്പൊ കൂടുതൽ ഞാൻ ചോദിച്ചില്ല, അവൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അവളെ പറഞ്ഞയക്കായിരുന്നു. അല്ല സാറ് നിങ്ങൾ എന്തിനാ ഇപ്പോ അസ്മയെ കുറിച്ച് ചോദിക്കുന്നേ? അപ്പൊ ഹീറോ പറയുന്നുണ്ട് അസ്മയും അവളുടെ കൂട്ടുകാരൻ ജോയും ഒരു ഷൂട്ടൗട്ടില് കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതൊരു നോർമൽ ഷൂട്ടൗട്ട് ആയിരുന്നില്ല, ആരോ പ്ലാൻ ചെയ്ത പോലെയുണ്ട്. അപ്പോൾ അസ്മയും ജോയെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള നിങ്ങളുടെ കസിൻ റിസ്വാനില്ലേ അവനൊന്ന് ചോദ്യം ചെയ്തേ മതിയാവും. അല്ല അവനിപ്പോ എവിടെയുള്ളത്? അവനവന്റെ നാട്ടിലേക്ക് പോയതാ സാറേ. അപ്പൊ ഹീറോ അല്ല അവന് എപ്പോഴാ നാട്ടിലേക്ക് പോയേ? അത് അസ്മ മരണപ്പെട്ടില്ലേ അന്ന് വൈകുന്നേരം ഒരു 4 മണി ടൈമിലാന്ന് തോന്നുന്നുണ്ട്. കാരണം ആ സമയത്ത് ഒരു ട്രെയിൻ ഉണ്ട്, ഞാൻ നാട്ടിലേക്ക് ആ ട്രെയിനിലാണ് പോവാറ്. അപ്പോ മിക്കവാറും അതിലായിരിക്കും. അപ്പൊ ഹീറോ അവൻ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നാല് അപ്പൊ തന്നെ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യും. അതും പറഞ്ഞ് അവിടുന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനില് ഓൾറെഡി നമ്മുടെ അസ്മയുടെ നാട്ടിലെ വീട് ഹീറോയിൻ ടീം കണ്ടെത്തിയിരുന്നില്ലേ. അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് പോയിട്ട് അവളുടെ ഉമ്മയോട് അസ്മ മരണപ്പെട്ട കാര്യം പറയുമ്പോൾ അവർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പലപ്പോഴും അവളോട് പറഞ്ഞതാ ഇവിടെ നിന്ന് എങ്ങോട്ട് പോണ്ടാന്ന്, അവള് കേട്ടില്ല. അങ്ങനെ ആ ഒരു ഉമ്മയെ സമാധാനിപ്പിച്ച ശേഷം അവർ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവളുടെ റൂമിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു വീട്ടില് അവസാനമായിട്ട് അസ്മ മരണപ്പെടുന്നതിന് മുൻപ് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. ആ ഒരു കൊറിയർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനുള്ളിൽ ഒരു പെൻഡ്രൈവ് ഉണ്ട്. ആ ഒരു പെൻഡ്രൈവ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിനുള്ളിൽ ഒരു ഫോട്ടോ കാണുകയാണ്. അതായത് കഥയുടെ ആരംഭത്തില് അസ്മ ഒരു കസിബിന്റെ അടുത്തേക്ക് പോയപ്പോൾ ലാപ്ടോപ്പിൽ എന്തോ ഒരു ഫോട്ടോ കണ്ടിരുന്നില്ലേ, അത് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയുടെ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഹീറോയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഇതേ പെൺകുട്ടിയുടെ ഫോട്ടോ ഇതിന് മുൻപ് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതായത് ഹീറോയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇൻസ്പെക്ടർ ജയ ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയ കാര്യവും ആ ഒരു കേസിനെ കുറിച്ചും ഹീറോയോട് പറഞ്ഞിരുന്നില്ലേ, അതേ പെൺകുട്ടിയുടെ ഫോട്ടോയാണ് അസ്മയും അന്ന് കണ്ടത്. അപ്പോൾ ഹീറോയ്ക്ക് ടീമിന് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, അതായത് അസ്മ ഒരു കോൾ ഗേളായിരുന്നു. അപ്പോൾ അവൾ ആ പെൺകുട്ടി മരണപ്പെട്ട ഫോട്ടോ കണ്ടിട്ട് ആ ഒരു ഫോട്ടോ അവൾ ഫോണിൽ ക്യാപ്ചർ ചെയ്തതുകൊണ്ടും ചിലപ്പോൾ അതിന്റെ പിന്നാലെ അവൾ അന്വേഷിച്ച് ഇറങ്ങിയത് കൊണ്ടും ആയിരിക്കാം അവളെ ആ ഒരു കൊലയാളി കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക. എന്നാൽ ലാപ്ടോപ്പിലെ ഫോട്ടോയും ഹീറോയുടെ കയ്യിലെ ഫോണിലെ ഫോട്ടോയും ചെക്ക് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അതായത് ലാപ്ടോപ്പിലെ ഫോട്ടോയിൽ അവളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ പോലെയുള്ളത്, എന്നാൽ ഹീറോയുടെ ഫോട്ടോയിൽ അവളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവളുടെ നെഞ്ചിൽ ഷൂട്ട് ചെയ്തിട്ട് അവളെ ബോഡി ഡിസ്പോസ് ചെയ്ത പോലെയുള്ളത്. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെയാണ് അസ്മയും കൊലപ്പെടുത്തിയത്. കാരണം അവൾ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കാൻ അവളുടെ നെഞ്ചിൽ തന്നെയാണ് ആ കൊലയാളി ഷൂട്ട് ചെയ്തത്. അപ്പോൾ 2 പെൺകുട്ടിയും കൊലപ്പെടുത്തിയത് ഒരേ കൊലയാളി തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് അവരുടെ ടീം ഒന്നിച്ച് ഒന്ന് തേടി നോക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഡോക്ടറിലെ ഹീറോ വിളിപ്പിക്കുന്നത്. അതായത് ഡോക്ടറിന്റെ കസിനായിട്ടുള്ള റിസ്വാൻ നാട്ടിലേക്ക് പോയിരുന്നില്ലേ, അവൻ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ഹീറോയും ലേഡി അസിസ്റ്റന്റും കൂടി അവനോട് ചോദിക്കുന്നുണ്ട് മരണപ്പെട്ട അസ്മയും ജോയും നിന്റെ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ, അവരുടെ പേര് കേട്ടപ്പോൾ റിസ്വാൻ അറിയാതെ സങ്കടത്തിൽ കരഞ്ഞു പോവാണ്. അപ്പൊ ഹീറോ വെറുതെ സങ്കടപ്പെട്ട് കരയാതെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്ന് കാമായിട്ട് മറുപടി പറയാൻ നോക്ക്. അല്ല ശരിക്കും നീ എന്നാ നാട്ടിലേക്ക് പോയേ? സാറേ 3-ാം തീയതി വൈകുന്നേരം 4 മണിക്കൊരു ട്രെയിൻ ഉണ്ട്, ആ ട്രെയിനിലെ പോയെ. ഓഹോ അപ്പൊ ഇന്നാ നീ റിട്ടേൺ വന്നേ? അതെ സാറേ. അല്ല അസ്മിയെ ഈ ക്ലിനിക്കിലേക്ക് കുറച്ച് നാൾ മുൻപ് നീയാണോ കൂട്ടിക്കൊണ്ടുവന്നേ? അതെ സാറേ ഞാൻ തന്നെയാ. അല്ല അവളുടെ മുഖത്ത് അന്ന് ആരാ അടിച്ചേ, എങ്ങനെയാ അവൾക്ക് അപകടം പറ്റിയേ, അതിനെക്കുറിച്ച് നീ ചോദിച്ചിരുന്നോ? അപ്പൊ അവൻ പറയുന്നുണ്ട് സാറേ അത് അവളുടെ ഏതോ ക്ലയന്റ് അവൾ അടിച്ചാന്ന് തോന്നുന്നുണ്ട്. നോർമലി അവളുടെ ജോലിയെക്കുറിച്ചോ അവളുടെ ക്ലയന്റുകളെ കുറിച്ചോ ഒന്നും ഞങ്ങളോട് പറയാറില്ല. നോർമലി ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കാറുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് അന്ന് രാത്രി എന്നെ വിളിച്ചു പറഞ്ഞ് അവൾക്ക് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്, ഒരു ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകാൻ. ഇനിയിപ്പോ പുറത്ത് അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് എങ്ങാനും കൂട്ടിക്കൊണ്ടുപോയാല് പിന്നെ അത് പോലീസ് കേസാവും. അതിന്റെ പിന്നാലെ പോകേണ്ടിരുന്ന് പേടിച്ചിട്ടാണ് ഞാൻ എന്റെ മാമന്റെ ക്ലിനിക്കിലേക്ക് തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ കരുതുള്ളൂ സാറേ, അല്ലാതെ കൂടുതൽ എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഹീറോ അതവിടെ ഇരിക്കട്ടെ. അവസാനമായിട്ട് അസ്മയും അവളുടെ ഫ്രണ്ട് ജോയും നീ എപ്പോഴാ കണ്ടിരുന്നേ? അപ്പൊ അവൻ പറയുന്നുണ്ട് ഞാൻ നാട്ടിലേക്ക് പോയില്ലേ, അതിന്റെ കുറച്ച് മണിക്കൂർ മുമ്പ് കണ്ടിരുന്നു. അപ്പൊ ഹീറോ അസ്മയ്ക്കും ജോയ്ക്കും ഏതെങ്കിലും ശത്രുക്കൾ ഉള്ളതായിട്ട് നിനക്ക് എന്തെങ്കിലും അറിയോ? അങ്ങനെ ശത്രുക്കൾ ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല സാറേ, എനിക്ക് അങ്ങനെയുള്ളതായിട്ട് അറിയൂല. അപ്പൊ ഹീറോ അല്ല നീ എങ്ങനെയാ നാട്ടിലേക്ക് പോയെന്ന് പറഞ്ഞേ? ഞാൻ ട്രെയിനിൽ പോയിട്ട് ട്രെയിനിൽ തന്നെ തിരിച്ചു വരികയായിരുന്നു. ആഹാ എന്നാലേ നീ ആ പോയിട്ടുണ്ടായിരുന്ന ട്രെയിനിന്റെ ടിക്കറ്റ് ഒന്ന് കാണിക്കേ. അങ്ങനെ അവന്റെ പേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ അവനെന്ന് ട്രാവൽ ചെയ്തത് അങ്ങോട്ട് പോയതിൻ്റെതും അവിടെ നിന്ന് റിട്ടേൺ വന്നിട്ടുള്ളതും അങ്ങനെ ചില ടിക്കറ്റുകൾ അവന്റെ പേഴ്സിലുണ്ട്. ആ ഒരു ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ പോയ ടൈം ഡേറ്റ് എല്ലാം പക്കയായിട്ട് മാച്ച് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ പറഞ്ഞ കാര്യമൊക്കെ സത്യം തന്നെയാ. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് ഇനി നിനക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ എന്തെങ്കിലും ഇൻഫോം ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ നമ്പറും കൊടുത്തിട്ട് ഹീറോ അവിടുന്ന് നേരെ ഓഫീസിലേക്ക് പോവാണ്. ഓഫീസിലെത്തിയപ്പോൾ തന്നെ ഹീറോയുടെ കൂടെ മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻസ്പെക്ടർ ജയയിലെ അവരെ വീഡിയോ കോൾ ചെയ്ത ശേഷം ഈ ഒരു കേസിനെ കുറിച്ച് അവരോട് പറയുന്നുണ്ട്. അതിനുശേഷം ഓൾറെഡി ജയ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലപ്പെട്ട ആ ഒരു പെൺകുട്ടിയില്ലേ അവളുടെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ജയ പറയുന്നുണ്ട് സാറേ ആ പെൺകുട്ടിയുടെ പേര് താര എന്നാണ്. അവള് കൊല്ലപ്പെടുന്നതിന് മുൻപ് മുംബൈയിൽ നിന്ന് ജയ്പൂരിലെ ഒരു ഫ്ലൈറ്റിലൊന്ന് ഇറങ്ങിയതാണ്. അതിനുശേഷം അവിടെ ഒരു ഹോട്ടൽ അവൾ സ്റ്റേ ചെയ്ത ശേഷം അടുത്ത ദിവസം ഹോട്ടലിൽ തന്നെ കീയും കൊടുത്തിട്ട് ഒന്ന് പുറത്തേക്കുള്ള ഇറങ്ങിയതാണ്. എന്നാൽ അവള് റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം
അതിനുശേഷം അവള് റൂമിലേക്ക് തിരിച്ചു വരാതായപ്പോൾ ഹോട്ടലിൽ നിന്ന് പോലീസ് ടീമിനെ വിളിച്ച് ഇൻഫോം ചെയ്യായിരുന്നു. അതിനുശേഷം ലോക്കൽ ടീം അവളെ കുറിച്ചൊന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് അവസാനം അവളുടെ ഡെഡ് ബോഡി ലേക്കിനരികിൽ വെച്ച് കണ്ടെത്തുന്നത്. എന്നാൽ ഇപ്പോ ജയ വറക്കുന്നത് ജയ്പൂരിലാണ്. താരയുടെ ബോഡി കിട്ടിയത് ജയ്പൂരിൽ വെച്ചിട്ടല്ലേ. എന്നാൽ അവള് ശരിക്കും ഒരു മുംബൈക്കാരിയല്ലേ. അതുകൊണ്ടാണ് അവളുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ജയക്ക് കളക്ട് ചെയ്യാൻ പറ്റാത്തതും അതിൽ നമ്മുടെ മുംബൈയിലുള്ള ഹീറോയോട് അവളെ ഹെൽപ്പ് ചോദിക്കുന്നതും. അങ്ങനെ ഹീറോയും ടീമും മുംബൈയിലുള്ള താരയുടെ വീടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു വിഷ്വൽസ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. പിന്നീട് അവർ ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ലേഡി അസിസ്റ്റന്റ് പറയുന്നുണ്ട്, സാറേ നമ്മൾ താരയുടെ വീട് ചെക്ക് ചെയ്ത സമയത്ത് ഓൾറെഡി അസ്മയുടെ വീട്ടില് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ്, ബാഗ് അതുപോലെ കണ്ടിരുന്നില്ലേ. അതേ സെയിം തിങ്സ് തന്നെയാണ് താരയുടെ വീട്ടിലും കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു സംശയമുണ്ട്. അതായത് രണ്ടുപേരും കോൾ ഗേൾസ് ആണെന്ന് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല അസ്മയും താരയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. കാരണം അസ്മ മരണപ്പെടുന്നതിന്റെ അതായത് 3-ാം തീയതിയിലെ താര അസ്മയെ വിളിച്ചിട്ടുണ്ട്. അത് അവരുടെ കോൾ റെക്കോർഡ് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. അത് മാത്രമല്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ താരയ്ക്കും അസ്മയ്ക്കും വ്യത്യസ്തമായിട്ടുള്ള കുറേയധികം മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ആ ഒരു മെസ്സേജുകൾ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ കോഡ് പോലെയുള്ളത്. ആ ഒരു കോഡ് ഡീകോഡ് ചെയ്തപ്പോൾ ആ കോഡിൽ എന്താ പറയുന്നത് വെച്ചാൽ അവർ എങ്ങോട്ടാ പോകേണ്ട, ആ ഒരു സ്ഥലം, ഏത് ടൈം, ഏത് ഡേറ്റ്, അതായത് അവരുടെ കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യേണ്ട ആ ഒരു ഇൻഫർമേഷൻ ഉള്ള രഹസ്യ കോഡാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവര് വലിയ വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളെ ആയിരിക്കാം മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടാവുക. അവര് ആരൊക്കെയാണ് മീറ്റ് ചെയ്യാൻ പോയത്, എവിടേക്കാണ് പോയത്, ആ ഒരു കാര്യം മാത്രം ആ ഒരു കോഡ് ഡീകോഡ് ചെയ്ത് അവർക്ക് കണ്ടെത്താനേ പറ്റുന്നില്ല. അപ്പൊ ഹീറോ അവസാനമായിട്ട് അസ്മ ആരെയോ ഫോൺ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ 3-ാം തീയതി അവളുടെ കൊലപാതകം സംഭവിക്കുന്നതിന് മുൻപ് രാജീവ് എന്ന ഏതോ ഒരാൾക്ക് അവള് ഫോൺ ചെയ്തിട്ടുണ്ട്. ഈ രാജീവ് ആരാണെന്ന് നമ്മുടെ ഹീറോയുടെ ടീം അന്വേഷിച്ച് നോക്കുമ്പോൾ അയാളൊരു വലിയ ബിസിനസ്സുകാരനാണെന്ന് അവർക്ക് മനസ്സിലാവാണ്. ഇനിയിപ്പോ അയാൾ ബിസിനസ്സുകാരനായാലെന്താ, ഇനിയിപ്പോ ആരായാലെന്താ, അവനെ ചോദ്യം ചെയ്യാൻ അങ്ങനെ നേരിട്ട് രാജീവിനെ കാണാൻ പോയിട്ട്, അല്ല രാജീവേ നീയും അസ്മയും തമ്മിൽ എന്താ കണക്ഷൻ? അപ്പൊ അയാൾ പറയുന്നുണ്ട്, ആര്, ഏത് അസ്മ, എനിക്കറിയില്ല സാറേ. അപ്പൊ ഹീറോ, നീ ആരോടാ സംസാരിക്കുന്നത്, നിനക്ക് ബോധമുണ്ടോ? മര്യാദക്ക് സത്യം പറഞ്ഞോ. അസ്മ അവള് പലപ്പോഴും നിന്നെ വിളിച്ചിട്ടുണ്ട്, അതുപോലെ നീയും അവള് വിളിച്ചിട്ടുണ്ട്. കോൾ റെക്കോർഡ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അസ്മ അവള് 3-ാം തീയതിയാണ് വെടിയേറ്റ് മരണപ്പെടുന്നത്. അന്ന് 3-ാം തീയതി പോലും അവള് നിന്നെ വിളിച്ചിട്ടുണ്ട്. അത്രയൊക്കെ പറഞ്ഞിട്ടും അപ്പോഴും രാജീവ് പറയുന്നത് എന്നെ ആരും വിളിച്ചിട്ടില്ലാന്നാ. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, എന്നൊരു കാര്യം ചെയ്യ്, നീ നേരെ സ്റ്റേഷനിലേക്ക് വാ, ബാക്കി നമുക്ക് അവിടെ നിന്ന് തീരുമാനിക്കാം. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, സാറേ ഒരു മിനിറ്റ് ഒന്നിരിക്കും, ഞാൻ പറയാം. ഒരിക്കൽ ഒരു പാർട്ടിയിൽ വെച്ചിട്ടാണ് ഞാൻ അവളെ കാണുന്നത്. അവളുടെ ഡ്രസ്സിൽ അഴുക്കായപ്പോൾ അവളെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്തതാണ്. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് അവളുടെ ഫോൺ നമ്പർ എനിക്ക് തന്നിട്ട് പോയത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവളൊരു കോൾ ഗേളാണെന്ന്. അതിനുശേഷം 2-3 പ്രാവശ്യം നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ ഇതിൽ കൂടുതലായിട്ട് അവളുമായിട്ട് എനിക്ക് വേറെ ഒരു റിലേഷനും ഇല്ല. പിന്നെ സാറേ നിങ്ങൾ പറയുന്ന പോലെ 3-ാം തീയതി അവൾ എന്നെ വിളിച്ച സമയത്ത് ഞാൻ എൻ്റെ വൈഫിന്റെ അരികിലായിരുന്നു. പെട്ടെന്ന് അവളുടെ ഫോൺ വന്നപ്പോൾ ഞാൻ പേടിച്ചുപോയി. അപ്പൊ ഞാൻ മാറിപ്പോയിട്ട് മേലില് നീ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതാ. അവളുമായിട്ടുള്ള റിലേഷൻ എന്റെ വൈഫ് എങ്ങാനും അറിയുമെന്ന് ഞാൻ പേടിച്ചിട്ട് അവളോടൊന്ന് റാഷായിട്ട് പെരുമാറുന്നുള്ള ശരിയാ. അതിൽ കൂടുതലായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഹീറോ അതവിടെ നിൽക്കട്ടെ, അവളന്ന് ഫോൺ ചെയ്തപ്പോ എന്തെങ്കിലും പ്രത്യേക കാര്യം പറഞ്ഞിരുന്നോ? അവൾ എന്തിനാന്ന് ഫോൺ ചെയ്തേ? സാറേ അവളുടെ ഫോൺ വന്നപ്പോ തന്നെ ഞാൻ അങ്ങോട്ട് കയറിയിട്ട് അവളോട് ചൂടായിട്ട് ഫോൺ വെക്കിയിരുന്നു. അവൾ എന്ത് പറയാനാ വിളിച്ചെന്ന് പോലും എനിക്ക് അറിയില്ല. രാജീവ് ഇയാൾക്കൊരു കൊലപാതകം ചെയ്യാനുള്ള ആ ഒരു ശക്തിയൊന്നും ഇല്ലാന്ന് ഹീറോയ്ക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ കൂടുതലൊന്നും ചോദിക്കാതെ അവിടുന്ന് നേരെ തന്റെ ഓഫീസിലേക്ക് വരികയാണ്. എന്നിട്ട് ഓൾറെഡി അസ്മയുടെയും താരയുടെയും ഫോണിൽ നിന്ന് കിട്ടിയ ആ ഒരു സീക്രട്ട് മെസ്സേജുകളില്ലേ, ആ ഒരു മെസ്സേജുകൾ എങ്ങനെയെങ്കിലും ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് ഹീറോ ഒന്ന് ശരിക്കും ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആ ഒരു കോഡിൽ ആദ്യമുള്ളത് ടൈം ആയിരിക്കാം, അതിനുശേഷമുള്ളത് അവർ പോകുന്ന ഡേറ്റ് ആയിരിക്കാം, ലാസ്റ്റ് ഉള്ളത് അവർ എവിടെ നിന്നാണ് മീറ്റ് ചെയ്യുന്നത്, ആ ഒരു ഹോട്ടലിലതോ റിസോർട്ടിന്റോ ഡീറ്റെയിൽസ് ആയിരിക്കാം. എന്നാൽ അവരെവിടെ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത് അത് മാത്രം മനസ്സിലാവുന്നില്ല. അതുപോലെ ക്ലയൻസ് ആരാണ് അതും കണ്ടെത്താൻ പറ്റുന്നില്ല. എന്നാൽ ഹീറോയ്ക്ക് ഒരു കാര്യം മാത്രം ഉറപ്പാവുന്നുണ്ട്. അതായത് ഒരു മാസം അവർക്ക് ഒരു നമ്പറിൽ നിന്നാണ് മെസ്സേജ് വരുന്നെങ്കിൽ അടുത്ത മാസം വേറൊരു നമ്പർ നിന്നായിരിക്കും. അതിന്റെ അടുത്ത മാസം ഈ 2 മാസം ഉപയോഗിച്ച് ആ നമ്പർ എന്നല്ല വേറെ പുതിയ നമ്പറിൽ നിന്ന്. അതായത് ഒരു മാസത്തേക്ക് ഒരു സിം യൂസ് ചെയ്ത് മെസ്സേജ് ചെയ്ത ശേഷം മാസം മാസം സിം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അവർക്ക് മെസ്സേജ് വന്നിട്ടില്ല ആ ഒരു നമ്പേഴ്സ് ഒക്കെ ആരുടെ പേരിലാന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു മുത്തശ്ശിയുടെ പേരിലാണ്. നമ്മുടെ ലേഡി അസിസ്റ്റന്റ് അവരെ കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ ആ ഒരു മുത്തശ്ശിക്ക് പൈസക്ക് നല്ല അത്യാവശ്യം ഉണ്ടായപ്പോൾ ഏതോ ഒരു ലേഡി വന്നിട്ട് അവർക്കൊരു 20,000 കൊടുത്തിട്ട് ആ ഒരു ലേഡിയെ കൊണ്ട് അവരുടെ പേരിൽ ഒരു സിം എടുത്തിട്ട് പോയതാണ്. എന്നാൽ ആ ഒരു അമ്മയുടെ അവസ്ഥയ്ക്ക് വേറെ നിവൃത്തിയില്ലാതെ അവരും ആ ഒരു സിം എടുക്കാൻ ആ ഒരു ലേഡിയെ ഹെൽപ്പ് ചെയ്തു പോയതാ. അങ്ങനെ തന്നെയാണ് ഓരോ പ്രാവശ്യം ആ ഒരു മുത്തശ്ശി മീറ്റ് ചെയ്തിട്ട് ആ ഒരു ലേഡി സിം എടുത്തോണ്ടിരുന്നത്. അതിൽ കൂടുതലായിട്ട് ആ ഒരു മുത്തശ്ശിക്ക് ഒന്നും തന്നെ അറിയില്ല. അതുമാത്രമല്ല ആ ഒരു അമ്മയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ അവർക്ക് നല്ല പ്രായമായിട്ടുണ്ട്. അവര് ഒറ്റക്കാണ് സ്റ്റേ ചെയ്യുന്നത്. അതുമാത്രമല്ല അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, വീൽ ചെയറില്ല. അങ്ങനെ ആ ഒരു ഡീറ്റെയിൽസ് കൂടി കേട്ടപ്പോൾ ഒരു കാര്യം ഉറപ്പാവുന്നുണ്ട്. അതായത് ഇതിന്റെയൊക്കെ പിന്നില് ഒരു ബ്രോക്കർ ഉണ്ട്. അപ്പോൾ ആ ഒരു ബ്രോക്കർ
വീടിന്റെ ഡീറ്റെയിൽസോ പേരോ ഒരിക്കലും പുറത്തറിയാതിരിക്കാനാണ് അവന് മുത്തശ്ശിയെ ഇതിന്റെ ഇടയിലേക്ക് വലിച്ചിട്ടത്. അതുമാത്രമല്ല ആ ഒരു ബ്രോക്കറാണ് ചെറിയ പെൺകുട്ടികളെ പണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ ആ ഒരു പെൺകുട്ടികള് ആരൊക്കെയാണ് മീറ്റ് ചെയ്യുന്നത്, എവിടെ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്, ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും ഒരിക്കലും പോലീസിനോ അന്വേഷിച്ചിറങ്ങുന്ന ആർക്കും മനസ്സിലാതിരിക്കാനാണ് ആ ഒരു മാസ്റ്റർ മൈൻഡ് ഒരു കോഡ് വഴി ഓരോ പെൺകുട്ടികളെയും ആ ഒരു പണക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിലെ ആരാണുള്ളത്, അവൻ തന്നെയാണ് യഥാർത്ഥ കൊലയാളി. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ എലിയാഡി അസിസ്റ്റന്റ് മറ്റൊരു കാര്യം പറയുന്നത്. അതായത് അസ്മ കൊല്ലപ്പെടുന്ന ദിവസം, അതായത് 3-ാം തീയതി അവളുടെ ഒരു കൂട്ടുകാരി, ആ കൂട്ടുകാരുടെ പേര് അമിഷ എന്നാണ്. അമിഷയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് അർജന്റ് ആയിട്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ ആ ഒരു അമിഷ ആരാണെന്ന് നമ്മുടെ ഹീറോയുടെ ടീം കണ്ടെത്തിയിട്ട് അവളെ നേരെ മീറ്റ് ചെയ്ത് അവളോട് ചോദിക്കുന്നുണ്ട്. അല്ല, നീയും അസ്മയെ പോലെ കോൾ ഗേളായിട്ട് തന്നെയാ ജോലി ചെയ്യുന്നത്? നിനക്ക് ഇതല്ലാതെ വേറെ ജോലിയൊന്നും റെഡിയായില്ലേ? നിന്റെ അച്ഛനും അമ്മയൊക്കെ എത്ര ആഗ്രഹിച്ചിട്ടാ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോ അമിഷ പറയുന്നുണ്ട്, അതിനെന്റെ അമ്മ തന്നെയാ എന്നെ ഈ അവസ്ഥയിലാക്കിയെ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ അമ്മയുടെ മുഖത്ത് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മാസം മാസം കൈനീട്ടി പൈസ വാങ്ങുന്നതും അവര് തന്നെയാ. അപ്പൊ ഹീറോ, അല്ല നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് 15 വയസ്സുള്ള സമയത്ത് മുംബൈയിൽ നിന്ന് 2 ആളുകള് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് എനിക്ക് സിനിമയില് ഒരു നല്ല അവസരം വാങ്ങിത്തരാം, മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മകള് കോടിക്കണക്കിന് പൈസ ആക്ടിങ്ങിലൂടെ സമ്പാദിക്കുകയും ചെയ്യും, നിങ്ങളുടെ ലൈഫ് സേഫ് ആക്കുമെന്നും പറഞ്ഞിട്ട് എന്റെ ആഗ്രഹം പോലും ചോദിക്കാതെ അവര് പറഞ്ഞതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് അവരുടെ കൂടെ എന്റെ അമ്മ പറഞ്ഞയച്ചതാ. ഞാനും കരുതിയത് ആക്ടിങ്ങിന്റെ ഓഡീഷൻ ആണെന്നാ. എന്നാല് എന്റെ ജീവിതം നശിക്കാൻ പോവാണെന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത്. മുംബൈയിൽ എത്തിക്കഴിഞ്ഞപ്പോ ഇവിടെ ഞാൻ ആരെയൊക്കെ കാണുന്നേ, അവര് പറയുന്ന ആളുകളോടൊക്കെ അവരുടെ ആഗ്രഹത്തിന് ഞാൻ നിന്നേ മതിയാവും. ഇത്രയും നാളും നീ എങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്? ഇനി ആ കഷ്ടമൊന്നും നീ അനുഭവിക്കേണ്ടി വരില്ല. ഈ ഒരു മുംബൈ സിറ്റിയിലെ ഒരു വലിയ വീട്ടില് നിനക്ക് കൃത്യസമയത്ത് നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, നിനക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം, അതുപോലെ എന്തൊക്കെ ആഡംബരങ്ങൾ വേണോ അതൊക്കെ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ് പതിയെ പതിയെ എന്റെ മനസ്സ് മാറ്റിയായിരുന്നു. പിന്നെ ഇവിടുന്ന് തിരിച്ച് ഞാൻ എങ്ങോട്ടാ പോണ്ടേ? അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല 3-ാം തീയതി അസ്മ നിന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിരുന്നില്ലേ? എന്തിനാ മെസ്സേജ് അയച്ചേ? നീയും അവളും തമ്മില് എന്തൊക്കെയോ കാര്യങ്ങള് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? എന്റെ ബലമായ സംശയം അസ്മയുടെ ലാപ്ടോപ്പിൽ നിന്ന് ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു പെൺകുട്ടിയെ ആരോ കൊലപ്പെടുത്തിയത്. അപ്പോൾ ആ ഫോട്ടോ വെച്ചിട്ട് നീയും അസ്മയും ആരോ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ അങ്ങനെ എന്തോ പ്ലാൻ ചെയ്തിരുന്നില്ലേ? നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണ് അസ്മ ക്രൂരമായിട്ട് മരണപ്പെടുന്നത്. അപ്പോൾ അമിഷ ചോദിക്കുന്നുണ്ട്, സാറ് നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ കാരണം അസ്മ മരണപ്പെട്ടെന്നാ? വെറുതെ എന്തെങ്കിലും പറയാൻ നിൽക്കരുത്. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. അസ്മയുടെ മർഡറുമായിട്ടും എനിക്ക് ഒരു ബന്ധവുമില്ല. അതും പറഞ്ഞിട്ട് അവള് നിമിഷ നേരം കൊണ്ട് ഒരു പേപ്പറിൽ എന്തോ എഴുതി വെച്ചിട്ട് അവിടെ ഓടിപ്പോവാണ്. ആ ഒരു പേപ്പറിൽ അവൾ എന്താ എഴുതിയ നോക്കുമ്പോൾ, ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാൻ പറ്റില്ല, ഞാൻ എന്റെ നാട്ടിലേക്ക് പോവാണ്, കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. എന്നാൽ ഹീറോയുടെ ടീം അവരുടെ പിന്നാലെ പോകാൻ ഒരുങ്ങുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, അവളെ ഡിസ്റ്റർബ് ചെയ്യണ്ട. എന്നിട്ട് ഒരു പോലീസുകാരനെ മാത്രം അവൾ എങ്ങോട്ടായിരിക്കും പോകുന്നതെന്നും അതുപോലെ തന്നെ അവളെ വീടിന്റെ പുറത്ത് അവൾ പറഞ്ഞ പോലെ നാട്ടിലേക്ക് പോകണോ, അവൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നോട്ടിടാനായിട്ട് അവളുടെ പിന്നാലെ അയക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിലെ തന്റെ ഓഫീസിലേക്ക് എത്തിയ ശേഷം ഹീറോയുടെ ഉള്ളില് ഒരു ഡൗട്ട് ഉണ്ട്. അതായത് അമിഷ എന്തുകൊണ്ടായിരിക്കും ഒന്നും വിട്ടുപറയാതെ ഒരു എഴുത്ത് മാത്രം എഴുതിയിട്ട് പിന്നീട് സേഫായിട്ട് നമുക്ക് കണ്ടു സംസാരിക്കാന്ന് പറഞ്ഞ് ചിലപ്പോ ആ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് അവളെ ആരെങ്കിലും നോട്ടിട്ടോണ്ടിരുന്നിട്ടുണ്ടാവും. അങ്ങനെ ഹീറോയിലെ നേരെ അമിഷയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ കാവലിൽ നിർത്തിയ പോലീസുകാരനോട്, അല്ല അവൾ എത്ര മണിക്ക് ഇങ്ങോട്ട് വന്നേ? സാറേ, വൈകുന്നേരം ഒരു 6 മണിയായപ്പോഴാ അവള് വീട്ടിലേക്ക് കയറിപ്പോയെ. അപ്പൊ ഹീറോ, അവള് വീട്ടിലേക്ക് കയറിപ്പോയ ശേഷം പിന്നെ പുറത്തേക്ക് വന്നിട്ടില്ലേ? അല്ലെങ്കിൽ അവളെ കാണാനായിട്ട് ആരെങ്കിലും അവളുടെ റൂമിലേക്ക് പോയിരുന്നോ? ഇല്ല സാറേ, അവള് പുറത്തു വന്നിട്ടുമില്ല. അവളുടെ ഫ്ലാറ്റിലേക്ക് പോയ ശേഷം ഈ അപ്പാർട്ട്മെന്റിലേക്ക് ആരും തന്നെ വന്നിട്ടുമില്ല. 6:30 മണി മുതൽ ഇവിടെ തന്നെ ഞാൻ കാത്തുക്കല്ലേ. എന്നാൽ ഹീറോ ഇല്ലേ, അമിഷയുടെ ആ ഒരു ഫ്ലാറ്റ് നോക്കുമ്പോ ആ ഫ്ലാറ്റിലെ വിൻഡോസ് ഒന്നും തുറന്നു വെച്ചിട്ടില്ല. അത് മാത്രല്ല ഫ്ലാറ്റിന്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടില്ല. അല്ല, വൈകുന്നേരം 6:30 വന്നിട്ട് ഇത്ര നേരമായിട്ട് അവളുടെ റൂമിൽ അവള് ലൈറ്റ് പോലും ഇട്ടിട്ടില്ലേ? അപ്പൊ ആ ഒരു മഫ്തി പോലീസ് പറയുന്നുണ്ട്, ഇല്ല സാറേ, ലൈറ്റ് ഇട്ടിട്ടില്ല. ലൈറ്റ് ഇടാതെ അവൾ ഇത്ര നേരം റൂമിൽ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? എന്തോ പന്തികേട് മണക്കുന്നുണ്ടല്ലോ. സംശയം തീർക്കാനായിട്ട് അവളുടെ റൂമിലേക്ക് കയറി നോക്കുമ്പോ അമിഷയെ ആരോ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ട്. ഉടനെ തന്നെ ഫോറൻസിക് ടീമിനെ ഇൻഫോം ചെയ്യാണ്. പോലീസ് ടീമും ഫോറൻസിക് ടീമും മാക്സിമം എവിഡൻസുകളൊക്കെ ആ ഒരു റൂമിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് അവർക്കൊരു ആത്മഹത്യാ ലെറ്റർ കിട്ടുന്നത്. അതായത്, എനിക്ക് ജീവിതം ജീവിച്ചു മടുത്തു, അതുകൊണ്ട് ഞാൻ പോവാണ്, എന്നോട് ക്ഷമിച്ചേക്ക് അച്ഛ, വല്യമ്മേ, അമ്മയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫോറൻസിക് ഡോക്ടർ അവളുടെ ബോഡി ചെക്ക് ചെയ്തപ്പോ ഹീറോ ചോദിക്കുന്നുണ്ട്, അമീഷയുടേത് ഒരു സൂയിസൈഡ് അല്ലല്ലോ? അങ്ങേര് പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഇത് സൂയിസൈഡ് അല്ല, ഇവളെ ആരോ കൊലപ്പെടുത്തിയതാണ്. ഇവള് കയ്യില് മുറിവിട്ട് ആത്മഹത്യ ചെയ്ത
ഇതുപോലെ സെറ്റ് ചെയ്തതാ. എന്നാൽ ഇവള് മരണപ്പെട്ട ശേഷമാണ് അവളുടെ കയ്യിലെ മുറിവിട്ടത്. അതിനു മുൻപ് തന്നെ അവളുടെ തലക്ക് അടിയേറ്റിട്ട് ഇവള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഹീറോയോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല ഇവള് റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ? കുറച്ചു നേരത്തെ ഹീറോയ്ക്ക് അവള് ലെറ്റർ എഴുതി കൊടുത്തപ്പോൾ അവള് വലത് കൈ കൊണ്ടാണ് ലെറ്റർ എഴുതിയത്. അപ്പൊ റൈറ്റ് ഹാൻഡ് അല്ലേ? അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വേണ്ട, കാരണം ഇവൾക്ക് ഒരിക്കലും ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ഇതുപോലെ ഒരു ലൈൻ ഇടാൻ പറ്റില്ല. അതായത് വേറൊരാളാണ് ഇവളുടെ മരണം ഉറപ്പായപ്പോ ഇവളുടെ കയ്യില് മുറിവിട്ട് ആത്മഹത്യയായിട്ട് സെറ്റ് ചെയ്തത്. അപ്പോഴാണ് നമ്മുടെ അമിഷയുടെ നെയ്ബർ ആരാ നോക്കുമ്പോ ഒരു ലേഡിയാണ്. അവരും അമിഷയും നല്ല കൂട്ടാണ്. അപ്പോ അവര് പറയുന്നുണ്ട്, അമിഷ വീട്ടിലേക്ക് പോകണം, ഡ്രസ്സ് പാക്കഡ് എന്ന് പറഞ്ഞിട്ട് എന്തോ എടിപിടിയെന്ന് അവളുടെ റൂമിലേക്ക് ആരിപ്പോന്ന് ഞാൻ കണ്ടതാ. എന്നാൽ അതിനുശേഷം പിന്നീട് ആരാ ഇങ്ങോട്ട് വന്നേ, ഇവളെ എന്തിനാ ഇങ്ങനെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയേ എനിക്കറിയില്ല. അപ്പൊ ഹീറോ, അല്ല ഇവളുടെ നാട് ഏതാ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അങ്ങനെ ഒന്നും പറഞ്ഞില്ല സാറേ, ഇവളെ ഏതോ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന പറഞ്ഞ് ഇടക്കിടക്ക് കമ്പനി ട്രിപ്പിന് വേണ്ടിയിട്ട് പല സ്ഥലത്തേക്കും ട്രാവൽ ചെയ്യേണ്ടി വരും. അങ്ങനെ പല സ്ഥലത്തേക്കും അവള് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ അധികം ഉണ്ടാവാറില്ല. ആഹാ, ഇടക്കിടക്ക് ഇവള് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നു, അതെങ്ങോട്ടായിരിക്കും? അങ്ങനെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ അവള് കൂടുതലായിട്ട് ട്രാവൽ ചെയ്തിട്ടുള്ളത് ജയ്പൂരിലേക്കാണ്. അത് മാത്രമല്ല, നമ്മുടെ ഹീറോയുടെ അസിസ്റ്റൻസിനില്ലേ അമിഷയുടെ വീട്ടിൽ നിന്ന് അവളുടെ ഒരു ഡയറി കിട്ടിയിട്ടുണ്ട്. അതില് അടുത്തൊരു മാസത്തേക്ക് അവള് ആരൊക്കെയാണ് മീറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ്, എപ്പോഴാണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഓരോ രഹസ്യ കോഡ് രൂപത്തിൽ ആ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ കൂടുതലായിട്ടൊന്നും ആ ഒരു ഡയറിയിൽ നിന്ന് കിട്ടുന്നില്ല. എന്നാൽ അപ്പോഴാണ് ആ ഒരു ഡയറിയിൽ അർജുൻ ചൗഹാൻ എന്ന ഒരാളുടെ പേര് കാണുന്നേ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഇവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ആ ഒരു വ്യക്തിയാണെങ്കിലോ? അതുപോലെ തന്നെ അതിന്റെ താഴെ അവൾ എഴുതിയിട്ടുണ്ട്, ഇനിയും ജയ്പൂരിലെ പല പെൺകുട്ടികളുടെയും ബോഡി പൊന്താൻ പോകുന്നുണ്ട്. ചിലപ്പോ അമിഷ ഉദ്ദേശിച്ചത് ഇവരുടെ രഹസ്യങ്ങൾ അറിയുന്ന പെൺകുട്ടികളുടെ മരണമായിരിക്കാം. അല്ലെങ്കിൽ അമിഷയെ പോലെ ചെറിയ പെൺകുട്ടികളെ ജയ്പൂരിലേക്ക് ആരെങ്കിലും കടത്തി കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തതായിരിക്കാം. അമിഷയുടെ ഡയറി കാണുമ്പോൾ ഹീറോയ്ക്കും ടീമിന് ഒരു കാര്യം ഉറപ്പാവുന്നുണ്ട്. അതായത് എന്തോ ഒരു ആപത്ത് എന്തായാലും ജയ്പൂരിൽ വെച്ച് നടക്കാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോ അത് മനസ്സിലാക്കാന് ഹീറോയ്ക്ക് ആകെ ഒരു വഴിയുള്ളൂ. തന്റെ ടീമിനോട് പറയുന്നുണ്ട്, ഏതൊക്കെ പെൺകുട്ടികളാണ് അച്ഛനും അമ്മയില്ലാതെ ജയ്പൂരിലേക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്, അവരുടെ ഡീറ്റെയിൽസ് എടുക്ക്. അങ്ങനെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ ഒന്നും രണ്ടും ഒന്നുമില്ല, 10, 150, 200ഓളം വരുന്നുണ്ട്. അപ്പൊ ഹീറോയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ട്, അത്രയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. നോർമലി അമിഷയെ ഈ ഒരു ഗ്യാങ് ട്രാപ്പ് ചെയ്തത് 15 വയസ്സിലല്ലേ? അപ്പോ 15 മുതൽ 18 വയസ്സ് വരെയുള്ള പാരന്റ്സ് ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന പെൺകുട്ടികളുടെ ലിസ്റ്റ് മാത്രം ഒന്ന് ആൾട്ടർ ചെയ്യും. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നിന്ന് ഒരു 15 പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് കിട്ടുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്. അതായത് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു ഗ്യാങ്ങില്ലേ, അവർ പ്രത്യേകിച്ച് 15 മുതൽ 17 വയസ്സിനുള്ളിലുള്ള പെൺകുട്ടികൾ മാത്രം സെലക്ട് ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. അപ്പോൾ അതും കൂടി നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഉടനെ തന്നെ തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഇൻസ്പെക്ടർ ജയ ഹീറോ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിലേക്ക് ജയ്പൂരിലേക്ക് ഇതുപോലെ ചില പെൺകുട്ടികൾ കൂടെ പാരന്റ്സ് ഒന്നും ഇല്ലാതെ ഫ്ലൈറ്റിൽ വന്നിറങ്ങാൻ പോകുന്നുണ്ട്. അതുമാത്രമല്ല ആ ഒരു നാട്ടില് എന്തൊക്കെയോ ആപത്തും സംഭവിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പെൺകുട്ടികൾ അവിടെ ഇറങ്ങുന്നതിന് മുൻപ് അവരൊന്ന് ലോക്കി. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ ജയയിലെ ആ ഒരു എയർപോർട്ടിലേക്ക് പോവാണ്. എന്നാൽ അതിനുള്ളിൽ ആ ഒരു പെൺകുട്ടികളെ മുഴുവൻ ഒരു വണ്ടിയിൽ ബാബി കൂട്ടിക്കൊണ്ടു പോവാണ്. ആ ഒരു കാഴ്ച ജയ കണ്ടിട്ടില്ല. ബാബി കൂട്ടിക്കൊണ്ടുവന്ന ആ ഒരു പെൺകുട്ടികൾക്ക് ഒരു റെസ്റ്റോറന്റിൽ വെച്ചിട്ട് ഫുഡ് വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പോൾ അവര് ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി, നമ്മൾ തന്നെ ഇത്ര ദൂരെ വന്നിട്ട് ഓഡിഷൻ ചെയ്യുന്നേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെയും അമ്മയും കാണാൻ തോന്നുന്നുണ്ട്. എന്നാൽ ബാബി ആണെങ്കിൽ ദേഷ്യത്തില് ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വന്നിട്ട് വെറുതെ കളിക്കാൻ നിൽക്കുക, മര്യാദയ്ക്ക് നീ ഭക്ഷണം കഴിക്കുക. അപ്പൊ അതിലൊരു പെൺകുട്ടി, ഇവളുടെ പേര് സായ എന്നാണ്, അവള് പറയുന്നുണ്ട് എനിക്കൊന്ന് റെസ്റ്റ് റൂമിൽ പോകണം, എന്നാ നീ പോയിട്ട് വാ. എന്നാല് അവള് റെസ്റ്റ് റൂമിൽ പോവാതെ ബേബിയുടെ പെരുമാറ്റം നോക്കുമ്പോൾ അവൾക്ക് എന്തോ പന്തികേട് തോന്നിട്ട് ഓൾറെഡി അവള് സേഫ്റ്റിക്ക് ഒരു ഫോൺ ഒളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോൺ ഓൺ ചെയ്തിട്ട് അവളുടെ അമ്മയെ വിളിക്കാൻ നോക്കുമ്പോൾ അമ്മയ്ക്ക് ഫോൺ പോകുന്നില്ല. എന്നാല് ആ ഒരു നമ്പർ ഏതെന്ന് വെച്ചാല് മാസാമാസം ബേബിയുടെ ടീം യൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ്. നമ്മുടെ ഹീറോയുടെ ടീമാണെങ്കിൽ അതിലേതെങ്കിലും നമ്പർ ആക്റ്റീവ് ആവുമെന്ന് വെയിറ്റ് ചെയ്തിരിക്കല്ലേ. അപ്പോഴാണ് സായ ആ ഒരു ഫോൺ ഓൺ ചെയ്തത്. ഹീറോയുടെ അസിസ്റ്റന്റ് അറിയുന്നത്. ഉടനെ തന്നെ അവള് വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വിളിക്കാം, എത്ര നേരമായി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, നിങ്ങളിപ്പോ എവിടെ എത്തി? അപ്പോൾ അവള് പറയുന്നുണ്ട്, ഞങ്ങളൊരു ആന്റിയുടെ കൂടെ വന്നതാ, എന്നാൽ അവരെ കാണുമ്പോൾ എന്തോ ഞങ്ങൾക്ക് പേടി തോന്നുന്നുണ്ട്. എന്റെ അമ്മയെ വിളിക്കാൻ നോക്കിയിട്ട് ഫോണും പോകുന്നില്ല. മോളെ നീ പേടിക്കണ്ട, നീ ഇപ്പൊ എവിടെയുള്ളേ? ഞങ്ങള് ഭക്ഷണം കഴിക്കാനേ ഏതോ ഒരു കടയിലേക്ക് വന്നിരിക്കുക. ഞാനിപ്പോ ഒന്ന് റെസ്റ്റ് റൂമിലേക്ക് മാറിയതാ. അപ്പോഴേക്കും സായ കാണാതെ ബാബിക്ക് ഡൗട്ട് അടിച്ചിട്ട് അവരങ്ങോട്ടേക്ക് വരികയാണ്. അതിനുള്ളിൽ അവൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആ ലേഡി ആ ഫോൺ കണ്ടു എന്ന് ഉറപ്പായപ്പോ അവരുടെ കയ്യിൽ തന്നെ ആ ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ ദേഷ്യത്തിലവര് ഇനി മേലില് ഇതുപോലെ ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ അവർ ഓരോരുത്തരെയും ഏതോ ഒരു പ്രൈവറ്റ് റിസോർട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ആ ഒരു റിസോർട്ടില് കുറേയധികം പണക്കാരുടെ മക്കള് ബാച്ചിലർ പാർട്ടി എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതായത് ആ ഒരു പെൺകുട്ടികളെ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇവര് കൊണ്ടുവന്നെന്ന് ഉറപ്പാവുന്നില്ലേ. അതിനുള്ളില് നമ്മുടെ ഹീറോയിൻ ടീമും ജയ്പൂരിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചു നേരത്തെ നമ്മുടെ സായിയുടെ ഫോൺ അറ്റൻഡ് ചെയ്ത ആ ഒരു അസിസ്റ്റന്റ് ഇല്ലേ, അങ്ങനെ ഹീറോ വിളിച്ചിട്ട് കുറച്ചു നേരത്തെ ആ ഒരു ഗ്യാങ് യൂസ് ചെയ്യുന്ന ഒരു നമ്പർ ഓൺ ആയിരുന്നു. അതിലേക്ക് വിളിച്ചപ്പോൾ ഒരു പെൺകുട്ടി പിക്ക് ചെയ്തിട്ട് ഏതോ ഒരു ലേഡി അവരെങ്ങോട്ടോ കൂട്ടിക്കൊണ്ടു പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹീറോ, ആ കുട്ടി ഇപ്പോഴും ലൈനിലുണ്ടോ, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക? ഇല്ല സാറേ, പെട്ടെന്ന് ആ ലേഡി വന്നപ്പോൾ ആ കുട്ടി ഭയന്ന് ഫോൺ കട്ട് ചെയ്തു. പിന്നെ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ
ഫോൺ സ്വിച്ച് ഓഫാ. എന്നാൽ ഫോൺ ഓഫ് ആവുന്നതിന് മുൻപ് ഏത് ലൊക്കേഷനിലായിരുന്നു അവരുണ്ടായിരുന്നത് ആ ഒരു ലൊക്കേഷൻ ഹീറോയ്ക്ക് അയച്ചു കൊടുക്കാണ്. അങ്ങനെ ആ ഒരു ഏരിയയിൽ വന്നിട്ട് ഹീറോ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരാൾ പറയുന്നുണ്ട് ഏതോ ഒരു ലേഡി കുറച്ചധികം പെൺകുട്ടികളെ കൂട്ടിയിട്ട് ഒരു കാറിൽ കൊണ്ടുവന്നിട്ടിരുന്നു. അവര് പോയ ആ ഒരു ഭാഗം കാണിച്ചു കൊടുക്കുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട് ഈ ഒരു റൂട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഹോട്ടലോ റെസ്റ്റോറന്റോ റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സാറേ, നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് റിസോർട്ട് ഉണ്ട്. അങ്ങനെ ആ ഒരു റിസോർട്ട് ലക്ഷ്യമാക്കിയിട്ട് നമ്മുടെ ഹീറോയും ടീമും അവിടെ നിന്ന് തിരിക്കുകയാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ആ ഒരു ബാബിയില്ലേ അവർ ആ പെൺകുട്ടികളെ ഓരോ റൂമിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തർ ഒറ്റയ്ക്ക് ഒരു റൂമിൽ സ്റ്റേ ചെയ്താൽ മതി. എന്നാൽ അവരാണെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ, ഞങ്ങൾ ഒന്നിച്ച് റൂമിൽ കിടന്നോളാം, അതൊന്നും ശരിയാവില്ല, നമ്മൾ ഓഡീഷന് വന്നതല്ലേ, ഞാൻ പറയുന്ന കേട്ടാൽ മതി. അതും പറഞ്ഞ് അവർ ഓരോരുത്തരെ ഓരോ റൂമിലാക്കിയിട്ട് വാതിൽ പുറത്തുനിന്ന് ലോക്കിയാണ്. അതിനുശേഷം ഓരോ കാമന്മാരും ആ ഒരു റൂമിലേക്ക് പോയിട്ട് ആ ചെറിയ പെൺകുട്ടികളെ അവരെ അബ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. എന്നാൽ അതിനുള്ളിലെ ഭാഗ്യത്തിന് നമ്മുടെ ഹീറോയിൻ ടീമും ആ ഒരു റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അവർ വരുമ്പോൾ തന്നെ ആ ചെറിയ പെൺകുട്ടികളുടെ കരച്ചിലല്ലേ കേൾക്കുന്നത്. നിമിഷ നേരം കൊണ്ട് ഹീറോയുടെ ടീം അവരുടെ ഓരോ വാതിലും ചവിട്ടി പൊളിച്ചിട്ട് ആ ഓരോ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി ആ പയ്യന്മാർക്ക് കണക്കിന് കൊടുത്തിട്ട് എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ പെൺകുട്ടികളെ കൊണ്ടുവന്ന ബാബിയില്ലേ അവര് അതിനുള്ളിലെ ഏതോ ഒരുത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവനാണെങ്കിൽ ഇവരുടെയൊക്കെ മെയിൻ ഹെഡായിട്ടുള്ള മറ്റൊരുത്തിനെ വിളിച്ച് പറയാണ്. അത് കേട്ടപ്പോൾ തന്നെ മെയിൻ ഹെഡിലെ അവനവന്റെ റൂമും കാലിയാക്കി എല്ലാ എവിഡൻസും നശിപ്പിച്ചിട്ട് ഒരു ഹോഡിയിട്ട് ഒരു ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവൻ ഇതുവരെ യൂസ് ചെയ്ത അവന്റെ ഫോണ് ലാപ്ടോപ്പ് എല്ലാ എവിഡൻസും പബ്ലിക്കിലുള്ള ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഡിസ്പോസ് ചെയ്തിട്ട് ഒരു കാറിൽ കയറി രക്ഷപ്പെട്ടു പോവാണ്. ഓൾറെഡി ഹീറോയ്ക്ക് അർജുൻ എന്ന ഒരു പേര് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. എന്നാൽ അവൻ ചെയ്ത കാര്യങ്ങൾ അവന്റെ ഏരിയയൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാ എവിഡൻസും വേണ്ടേ. അങ്ങനെ ഹീറോയും ടീമും അവരെ എല്ലാവരും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ആ കുട്ടികളെ ചോദ്യം ചെയ്യുമ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ബാബി അല്ലാതെ വേറെ ആരും അറിയില്ല. ബാബിക്കാണെങ്കിൽ ബാബി കാര്യങ്ങൾ കേൾപ്പിച്ചിട്ടുള്ള റോസി അതുപോലെ ആ ഒരു താടി ഇവരെ രണ്ടുപേരെ അറിയുള്ളൂ. അവസാനം താടി ചോദ്യം ചെയ്യുമ്പോൾ താടിയാണെങ്കിൽ എനിക്ക് ഇടയ്ക്ക് അർജുൻ ഫോൺ ചെയ്തിട്ട് ഓരോ ഏരിയയിലേക്ക് പോയിട്ട് അവിടെ പെൺകുട്ടികളുണ്ട്, ആ ഓരോ കുട്ടികൾ മുഴുവനായിട്ട് അർജുൻ പറയുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതുവരെ അവൻ എന്നെ ഫോണിലൂടെ മാത്രമേ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. എന്നാൽ അവന്റെ ശബ്ദം നോർമൽ ആയിട്ടല്ല, എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ള സൗണ്ടാണ്. ആദ്യം പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതിന് മുൻപ് അഡ്വാൻസ് ആയിട്ട് എനിക്ക് പൈസ അയച്ചിരുന്നു. അതിനുശേഷം അവൻ പറയുന്ന വർക്ക് ചെയ്ത ശേഷം കറക്റ്റ് ടൈമിന് എനിക്ക് എന്റെ കയ്യിൽ പൈസ വരും. ഇതിൽ കൂടുതലായിട്ട് അവനെ ഞാൻ നേരിട്ട് കാണൂ, അവൻ ആരാണെന്ന് എനിക്ക് അറിയോ ചെയ്യില്ല. എന്നാൽ ഹീറോ അവനെ എത്ര ഇഞ്ചിക്കുത്ത് കുത്തിയിട്ടും അവൻ പറഞ്ഞ പല്ലവി തന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല, അവൻ ആരാന്ന് എനിക്ക് അറിയില്ല. ഇനിയും അവന്റെ ഞെട്ടുമ്പോൾ ടൂറിയിട്ട് കാര്യമില്ല എന്ന് ഹീറോയ്ക്ക് ഉറപ്പായപ്പോൾ ഹീറോ റെസ്ക്യൂ ചെയ്ത ആ ഒരു ചെറിയ പെൺകുട്ടികളെയും കൂട്ടിയിട്ട് നേരെ തിരിച്ച് മുംബൈയിലേക്ക് പോവാണ്. കാരണം ഈ ഒരു കുട്ടികളൊക്കെ മുംബൈയിലുള്ളതല്ലേ. അങ്ങനെ ഹീറോ തന്റെ ഓഫീസിലെത്തിയ ശേഷം അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട് അസ്മ മരണപ്പെടുന്ന സമയത്ത് ആ ഒരു ബാറിന്റെ അരികിലുണ്ടായിരുന്ന എല്ലാ CCTV വിഷ്വൽസും കളക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ, എന്നിട്ട് എന്തായി? അപ്പൊ അസിസ്റ്റന്റ് സാറ് പറഞ്ഞ പോലെ വിഷ്വൽസ് ചെക്ക് ചെയ്തപ്പോൾ ഒരു കാറ് മാത്രമേ സംശയിക്കുന്ന രീതിയിൽ കണ്ടുള്ളൂ. അതായത് അസ്മ കൊല്ലപ്പെട്ട ആ ഒരു 8 മണി കഴിഞ്ഞുടൻ തന്നെ ഈ ഒരു കാറാണ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് വേറെയും കുറച്ച് കാറ് പോയിട്ടുണ്ട്. എന്നാൽ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു കാറിൽ സംശയം വരാൻ കാരണം ആ കാറിൽ എന്തോ ഒരു ലൈറ്റില്ലേ വ്യത്യസ്തമായിട്ട് കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാറ് കണ്ടപ്പോൾ ഹീറോയ്ക്ക് എന്തോന്ന് കത്തുന്നുണ്ട്. അതായത് ജോയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ജോതന്റെ കാറ് സർവീസ് സെന്ററിൽ എന്തോ ടയറില് കംപ്ലൈന്റ് ആയിട്ട് ഏൽപ്പിച്ചെന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ ഒരു ഷൂട്ട് ഔട്ടില് ജോ കൊല്ലപ്പെട്ടില്ലേ, പിന്നെ അവനെങ്ങനെയാ അവന്റെ കാറ് സർവീസ് സെന്ററിൽ ഏൽപ്പിക്കുക? ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജോയുടെ കാറ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാർക്കാ? അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള റിസ്വാൻ അല്ലേ. അപ്പൊ അവൻ തന്നെയാണ് ജോയുടെ കാറ് അന്ന് ഓടിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ചോദിക്കാന് അവന്റെ റൂമിലേക്ക് പോകുമ്പോൾ പോലീസിനെ കണ്ടപ്പോൾ തന്നെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ നോക്കുകയാണ്. എന്നാലും ഹീറോ വിടുവോ? അവനെ വളഞ്ഞു പിടിച്ചിട്ട് അവന്റെ മുഖം അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് അവന്റെ ഞെട്ടും ബോൾട്ട് ഇളക്കിയിട്ട് പൊന്നുമോനെ നീ പല കാര്യം മറക്കുന്നുണ്ട്, എല്ലാം ഛർദ്ദിച്ചോ, ഇല്ലെങ്കിൽ നീ ഇതുപോലെ പുറത്തു പോവില്ല. അവസാനം അവൻ പറയുന്നുണ്ട് സാറേ പെട്ടെന്ന് ഒരു ദിവസം അർജുൻ എന്ന് ഏതോ ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് അസ്മയെ കുറിച്ച് അവൾ എവിടെയാ പോകുന്നേ, ആരൊക്കെയാ മീറ്റ് ചെയ്യുന്നേ, അങ്ങനെ അവളെ ഒന്ന് രസമായിട്ട് ഫോളോ ചെയ്യാനും അവളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ പറഞ്ഞു. അതിന് എനിക്കൊരു പൈസയും തരാന്ന് പറഞ്ഞു. അങ്ങനെ ഇടക്കിടക്ക് എനിക്ക് കുറേയധികം പൈസ വരാറുണ്ട്. അങ്ങനെ എന്റെ വിഹിതം എടുത്ത ശേഷം ബാക്കിയുള്ള പൈസയിലെ 2 അഡ്രസ്സിലേക്ക് അയക്കാനാണ് അർജുൻ പറഞ്ഞിരുന്നത്. അതിൽ ഒരു വിഹിതം ജയ്പൂരിലേക്കും മറ്റത് ബിസിനസ്സുകാരായിട്ടുള്ള രാജീവില്ലേ അങ്ങേരുടെ അക്കൗണ്ടിലേക്കുമാണ്. അതുമാത്രമല്ല സാറേ, അസ്മ മരണപ്പെടുന്നതിന് കുറച്ച് നാൾ മുമ്പ് അവൾ എന്നോട് കാര്യം പറഞ്ഞിരുന്നു. ഏതോ ഒരു പണക്കാരന്റെ എന്തൊക്കെയോ ഡീറ്റെയിൽസ് അവൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും അത് ഉപയോഗിച്ചിട്ട് ആളുടെ നിന്ന് ആവശ്യമായിട്ടുള്ള പൈസ ബ്ലാക്ക് മെയിൽ ചെയ്ത് വാങ്ങാൻ പോകാന്നൊക്കെ. എന്നാൽ അവൾ പറഞ്ഞ പ്ലാൻ കേട്ടപ്പോൾ എനിക്ക് പേടിയായി. മേൽ ഇതുപോലത്തെ പ്ലാൻ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചതാ. അങ്ങനെ ട്രെയിനിൽ കയറാൻ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് അർജുന്റെ ഫോൺ വന്നേ. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാനുണ്ട്, ഞാൻ പറയുന്ന ബാറിലെ നീ എനിക്ക് വേണ്ടി കാത്തുവെക്ക്. അങ്ങനെ അർജുൻ പറഞ്ഞ ആ ഒരു ബാറിലേക്ക് ഞാൻ പോയപ്പോഴാണ് ആ ബാറിൽ എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള അസ്മയും ജോയും ഞാൻ കാണുന്നേ. അപ്പൊ ജോ അല്ല റിസ്വാനെ നീയല്ലേ നാട്ടിലേക്ക് പോന്ന് പറഞ്ഞ്, എന്താ നാട്ടിൽ പോകാതെ ഇവിടെ? അതൊരു ചെറിയ ആവശ്യമുണ്ടാ. കൂടുതലൊന്നും പറയാതെ ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു അർജുനല്ലേ ഹൂഡ് കെട്ടിട്ട് നേരെ ബാറിലേക്ക് കയറി വന്നേ. എന്നാൽ ആ വന്നുടൻ തന്നെ ആ
ആ ബാറിലെ കാഷ്യർ ഷൂട്ട് ചെയ്തു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളായിട്ടുള്ള എല്ലാ ജനങ്ങളെയും ഷൂട്ട് ചെയ്തു. അതിനുശേഷം എന്റെ ഫ്രണ്ട് ജോയില്ലേ അവനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തി. എന്നിട്ട് അസ്മയെ ഷൂട്ട് ചെയ്യാനേ എന്റെ കയ്യിൽ ഗണ്ണെന്നിട്ട് എന്നോട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ ഞാൻ വല്ലാതെ പേടിച്ചുപോയി. എന്റെ കൈ കൊണ്ട് എന്റെ ഫ്രണ്ടിനെ എനിക്ക് ഒരിക്കലും കൊല്ലാൻ പറ്റില്ല. അത് കേട്ടപ്പോ അർജുനില്ലേ അവൻ തന്നെ ഗണ്ണ് വാങ്ങിയിട്ട് അവൾ എന്റെ കൺമുമ്പിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നു. അതിനുശേഷം അവളുടെ പോക്കറ്റിൽ നിന്ന് അവളുടെ ഫോണ് മറ്റ് ഡീറ്റെയിൽസ് എടുത്ത ശേഷം അവളെ തള്ളി താടിയിട്ടിട്ടാണ് അർജുൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ജോയുടെ കാറിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകുമ്പോൾ കുറച്ച് ദൂരെത്തിയപ്പോൾ അർജുനാണ് എന്നോട് പറഞ്ഞ് ആ ഒരു കാറ് ഗാരേജിൽ ഏൽപ്പിച്ചിട്ട് ജോയുടെ ഡീറ്റെയിൽസ് കൊടുക്കാനേ. സാറേ സത്യത്തില് ഇതാ സംഭവിച്ചേ. എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു എന്റെ ഫ്രണ്ട്സിനെ കൊലപ്പെടുത്താനാ അവനെ തന്നെ ബാറിലേക്ക് വിളിച്ചെന്ന്. അപ്പൊ ഹീറോ അത്ര ആളുകളെ കണ്ണ് ചോരില്ലാതെ കൊലപ്പെടുത്തിയ അർജുനില്ലേ അവൻ എന്തുകൊണ്ടാടാ നിന്നെ മാത്രം വെറുതെ വിട്ടെ? അത് മാത്രല്ല അത്രയും നേരം കൂടെ ഉണ്ടായിട്ടും അവന്റെ ഫേസ് നീ കണ്ടേയില്ല? ഇല്ല സാറേ, അവൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്തോണ്ടല്ലേ ഉള്ളിലേക്ക് കയറി വന്നേ. അത് മാത്രല്ല അവൻ ഫേസ് മറിച്ചിരുന്നു, ഞാൻ കണ്ടില്ല. അവൻ എന്തുകൊണ്ടാ എന്നെ വെറുതെ വിട്ടെ എന്നെ കൊലപ്പെടുത്താതിരുന്നേ എനിക്കറിയില്ല. ഇനിയും കൂടുതലൊന്നും അവരുടെ നിന്ന് കിട്ടാനില്ലെന്ന് ഉറപ്പായപ്പോ ആ ഒരു ബിസിനസ്സുകാരനില്ലേ രാജീവ് അവന്റെ അക്കൗണ്ടിലേക്ക് അർജുൻ പൈസ അയച്ചിട്ടില്ലേ, അങ്ങനെ അവനെ ചോദ്യം ചെയ്യാൻ പോവാണ്. അങ്ങനെ രാജീവിന്റെ കൊങ്ങക്കുടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഈ അർജുൻ ആരാന്ന് വെച്ചാല് രാജീവിന്റെ ഭാര്യയുടെ അനിയനാണ്. എന്നാല് അർജുനും അതേ കമ്പനിയിലുണ്ട്. അവനെ അറസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോ അവനാണെങ്കിൽ എന്തോ ഒരു ഭ്രാന്തനെ പോലെ വേറെ ഏതോ ക്യാരക്ടറൊക്കെ ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹീറോ അസ്മ കൊല്ലപ്പെട്ട ദിവസം അർജുൻ അവൻ എവിടെയായിരുന്നു? അർജുനെ കമ്പനിയിൽ തന്നെ ഉണ്ടാവാറ്. ഒരിക്കലും അവൻ ഒറ്റക്ക് പുറത്തു പോറില്ല. കാരണം അർജുന് മെന്റലി ചില പ്രോബ്ലംസ് ഉണ്ട്. എന്നാൽ ഓഫീസിലെ പലരും പറഞ്ഞിട്ടും ഹീറോയ്ക്ക് ഡൗട്ട് ക്ലിയർ ആവുന്നില്ല. അങ്ങനെ അവനെ ചോദ്യം ചെയ്ത് നോക്കുമ്പോഴും അവർ പറഞ്ഞ കാര്യം ശരിയാ, അവനെന്തോ മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുണ്ടെന്ന് ഹീറോയ്ക്ക് ഉറപ്പാവുന്നുണ്ട്. വീണ്ടും ഡെഡ് എൻഡിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ തന്റെ ടീമുമായിട്ട് വീണ്ടും ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഹീറോയ്ക്ക് എന്തോ കത്തിയിട്ടുണ്ട്. അങ്ങനെ ഹീറോ നേരെ വീണ്ടും ആ ഒരു കമ്പനിയിലേക്ക് വന്നിട്ട് നമ്മുടെ രാജീവല്ലേ അവന്റെ ഭാര്യയോട് പറയുന്നുണ്ട്, നീയല്ലേ നിന്റെ അനിയന്റെ പേര് വെച്ചിട്ട് എല്ലാ ഇല്ലീഗൽ ട്രാഫിക്കിങ്ങും അതുപോലെ കൊലപാതകങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഓൾറെഡി നമ്മുടെ ഹീറോയുടെ ടീമിന് അർജുന്റെ റൂമിൽ നിന്ന് അവന്റെ പേരുള്ള ഫോണ് പല ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. എന്നാൽ അവന് മാനസികമായിട്ട് ചില പ്രോബ്ലംസ് ഇല്ലേ, അപ്പൊ അവൻ എന്തായാലും ഇത് ചെയ്യാൻ പറ്റില്ല. കുറച്ചു നേരത്തെ അർജുനെ പിടിക്കാനെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ ടീം വന്നില്ലേ, അപ്പോൾ അവിടുത്തെ എല്ലാ ആളുകളുടെയും DNA സാമ്പിൾസ് അവര് കളക്ട് ചെയ്തിരുന്നു. അതുപോലെ കുറച്ച് നാളുകൾക്ക് മുൻപ് അസ്മയുടെ ഫ്രണ്ട് അമിഷയെ അവളുടെ റൂമിൽ വെച്ചിട്ട് ആരോ കൊലപ്പെടുത്തിയിട്ട് അവളുടെ കയ്യിൽ മുറിവിട്ട് ആത്മഹത്യയായിട്ട് സെറ്റ് ചെയ്ത് രക്ഷപ്പെട്ടു പോയിരുന്നില്ലേ. അപ്പോൾ അവളുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ DNA അതുപോലെ ഈ ഒരു കമ്പനിയിലുള്ള ആളുകളുടെ DNA ചെക്ക് ചെയ്തപ്പോൾ അവസാനം അത് മാച്ചായത് രാജീവിന്റെ ഭാര്യയുടെ അതായത് അർജുന്റെ ചേച്ചിയുടെ DNA ആയിട്ടാണ്. അതായത് ഇവളെ തന്നെയാണ് അമിഷയുടെ വായിൽ നിന്ന് രഹസ്യങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് അവളെ കൊലപ്പെടുത്തിയത്, എന്നിട്ട് ഒരു ആത്മഹത്യയായിട്ട് ഫ്രെയിം ചെയ്തതും. അത് മാത്രമല്ല ഓരോ കൊലപാതകം ചെയ്യുന്ന സമയത്തും ഇവള് ഈ നാട്ടിലില്ലാതെ മറ്റൊരു നാട്ടിലെ പോലെ തന്നെ ഡീറ്റെയിൽസ് ഫേക്ക് ആയിട്ട് അവൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല നാട്ടിൽ നിന്നും മൈനേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളെ ഇവര് ആക്ടിങ്ങിന്റെ പേരും പറഞ്ഞ് കബളിപ്പിച്ച് മുംബൈയിലേക്ക് കൊണ്ടുവരാറില്ലേ. അപ്പോൾ ആ ഒരു ടീമിന്റെ പിന്നാലെ നമ്മുടെ രാജീവിന്റെ ഭാര്യയിലെ ഇവളുടെ പേര് ആരതി എന്നാണ്. വില്ലത്തിയായിട്ടുള്ള ആരതി വേറെ ഫേക്ക് ആയിട്ടുള്ള പല ഡീറ്റെയിൽസിൽ ഫോളോ ചെയ്ത് പോരണ്ടായിരുന്നു. ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പല എയർപോർട്ടിലെ CCTV വിഷ്വൽസിൽ നിന്നും നമ്മുടെ ഹീറോയുടെ ടീമിന് കിട്ടിയിട്ടുണ്ട്. ഇനിയും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നേ. അപ്പോൾ അവള് പറയുന്നുണ്ട്, അതെ സാറേ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്തേ. എന്റെ അനിയന്റെ അവന്റെ പേര് ഞാൻ യൂസ് ചെയ്യുന്നു. അതിനിപ്പോ സാറിന് എന്താ ചെയ്യാൻ പറ്റുക? എന്നെ അറസ്റ്റ് ചെയ്യാനാ? അതിലൊന്നും ഒരു കാര്യമില്ല. കൂടിപ്പോയാല് 10 ദിവസം അതിനുള്ളിൽ ഞാൻ പുറത്തിറങ്ങും. അപ്പൊ ഹീറോ, അല്ല നീ എന്തിനിതൊക്കെ ചെയ്യുന്നേ? പണത്തിന് വേണ്ടിയിട്ടല്ല. കാരണം നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ. ഇത്രയും സൗഭാഗ്യം ഉണ്ടാകുമ്പോ എന്തിനാ ചെറിയ പല കുഞ്ഞുങ്ങളുടെയും ജീവൻ കൊണ്ട് കളിക്കുന്നേ? കണ്ണ് ചോരില്ലാതെ അവരെ ഓരോരുത്തരെ കൊന്നു കളയുന്നേ. അപ്പോ അവള് പറയുന്നുണ്ട്, അല്ല സാറേ എന്താ ഇപ്പോ മോശമായിട്ടുള്ള കാര്യം? ഒരു ബിസിനസ് എന്ന് വരുമ്പോ അതില് ആരുടെ ലൈഫ് എടുത്ത് വെക്കാൻ പാടില്ല, ഒരു മോശവുമില്ല, എല്ലാം നല്ല കാര്യം. എനിക്ക് അമ്മയുണ്ടായിരുന്നില്ല, എന്റെ ചെറുപ്പത്തിൽ മരണപ്പെട്ടതാ. പിന്നെ അച്ഛന്റെയും എന്റെ അനിയന്റെയും കൂടെ ഞാൻ ജീവിച്ചേ. എന്നാൽ എന്റെ അച്ഛനാണെങ്കിൽ ചെറുപ്പത്തിൽ അങ്ങനെ മരണപ്പെടുന്നവരെ എന്നെ പലപ്പോഴും ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ആ ഒരു പീഡനങ്ങളൊക്കെ സഹിച്ച് ആരോടും പുറത്തു പറയാൻ പറ്റാതെ ഉരുക്കിയാണ് ഞാൻ ജീവിച്ചേ. പിന്നെ ഞാനൊരു ലെസ്ബിയനാന്ന് എന്റെ അച്ഛൻ അറിയായിരുന്നു. എന്നിട്ടും ഈ രാജീവില്ലേ ഇങ്ങനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കി. അപ്പോഴും ഞാൻ ഇയാളോട് എല്ലാ കാര്യവും പറഞ്ഞതാ. എന്നിട്ടും എന്റെ സമ്പത്തിന്റെ മേലെ പണത്തിന്റെ മേലെ ആർത്തിയില്ലേ എന്നെ കല്യാണം കഴിച്ചിട്ട് എന്റെ ഹസ്ബൻഡിനെ പോലെ നാട്ടുകാരുടെ മുമ്പിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ പെൺകുട്ടികളെ ആദ്യം മുമ്പിലേക്ക് കൊണ്ടുവന്നത് തന്നെ എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാ, അവരുമായിട്ടൊരു ഫിസിക്കൽ റിലേഷന് വേണ്ടി. അതുപോലെ കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടിരുന്നില്ലേ അസ്മ ഏതോ ഒരാളായിട്ട് റൂം ഷെയർ ചെയ്യുന്നത്? അത് വേറെ ആരുമല്ല, അത് ലെസ്ബിയനായ ആരതി തന്നെയായിരുന്നു. എന്നാൽ ഇവളൊരു ഹൂഡ് ഇട്ടതുകൊണ്ട് ഒരു മെയിലായിട്ട് നമുക്ക് തോന്നിയതാണ്. അസ്മ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപാണ് ആരതിയുടെ ലാപ്ടോപ്പിൽ തന്റെ കൂട്ടുകാരി മരണപ്പെട്ട ഫോട്ടോകൾ കാണുന്നത്. അവളുടെ ബോഡിയാണ് ജയക്ക് ജയ്പൂരിലെ ഒരു ലേക്കിൽ വെച്ച് കിട്ടിയത്. അവൾ എങ്ങനെയാ മരണപ്പെട്ടെന്ന് വെച്ചാല് ഈ ഒരു ആരതിയിലെ ഓൾറെഡി ഇവളൊരു ലെസ്ബിയനല്ലേ. ചെറുപ്പത്തില് ഇവളുടെ അച്ഛൻ ഇവളോട് ചെയ്ത ക്രൂരതയൊക്കെ ഇവള് താര എന്ന ആ പെൺകുട്ടിയുമായിട്ട് റിലേഷനിൽ ഏർപ്പെടുന്ന സമയത്ത് അവളുടെ മൈൻഡിലേക്ക് വരും. അപ്പോ തന്റെ അച്ഛനോടുള്ള ആ ഒരു ദേഷ്യവും ഫ്രസ്ട്രേഷനൊക്കെ താരയോടാണ് അവള് തീർത്തത്.
അങ്ങനെയാണ് അവസാനം അവൾ മരണപ്പെട്ടു പോകുന്നത്. എന്നാൽ താരം മരണപ്പെട്ട കാര്യം അസ്മ കണ്ടില്ലേ, അതൊരിക്കലും പുറത്ത് പറയാതിരിക്കാനാണ് അവളുടെ കരൺ അടിച്ച് പോയിച്ചിട്ട് അവള് ചോദിച്ചതിലും കൂടുതൽ പൈസയും കൊടുത്തിട്ട് അവളെ ഒന്ന് പറഞ്ഞയച്ചത്. എന്നാൽ അസ്മ ആദ്യം കരുതിയിരുന്നത് ആരതി അവളൊരു സാധാരണ കസ്റ്റമർ മാത്രമാണെന്നാണ്. പിന്നീട് അവൾ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഈ ഒരു ഗ്യാങ്ങിന്റെ തന്നെ മെയിൻ ഹെഡ് ആരതിയാണെന്ന് അവൾ അറിയുന്നത്. അങ്ങനെ അസ്മ ഒരു പ്ലാൻ ചെയ്യാണ്. തന്റെ ഫ്രണ്ട് ജോയും കൂട്ടിയിട്ട് ആരതിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. അങ്ങനെ കോടിക്കണക്കിന് പൈസ നഷ്ടപരിഹാരം വാങ്ങിയിട്ട് ലൈഫ് സെറ്റിൽ ചെയ്യുക. എന്നാൽ അസ്മയ്ക്ക് പൈസ കൊടുത്തിട്ട് അവൾ വെറുതെ വിട്ട ശേഷം അവളുടെ ഫ്രണ്ട് റിസ്വാനെ കൊണ്ട് അവളുടെ നീക്കങ്ങൾ ആരതി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആരതിക്ക് ഒരു പണി വരുന്നുണ്ടെന്ന് അവൾക്ക് ഉറപ്പായപ്പോൾ അസ്മയെയും ജോയെയും അവൾ തന്നെയാണ് ആ ഒരു ബാറിൽ ചെന്ന് ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുന്നത്, അതുപോലെ സാക്ഷികളെയും ഇല്ലാതാക്കുന്നത്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, നിങ്ങൾ കരുതും പോലെ എന്റെ അച്ഛനുണ്ടാക്കിയ ബിസിനസ് ഒന്നും എന്റെ പേരിലല്ല. അങ്ങേര് മരണപ്പെടുന്നതിന് മുൻപ് മാനസികമായിട്ട് പ്രശ്നമുള്ള എന്റെ അനിയനില്ലേ അർജുൻ, അവന്റെ പേരില എല്ലാ സ്വത്ത് എഴുതി വെച്ച. എന്നിട്ട് എനിക്ക് അയാൾ ഉണ്ടാക്കി തന്ന ജീവിതേതാ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുത്തിനുമായിട്ടൊരു ലൈഫ്. എന്നാൽ എനിക്ക് എന്റെ ആഗ്രഹങ്ങളില്ലേ, എന്റെ സന്തോഷങ്ങളില്ലേ, അതുപോലെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ആണെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിലെന്താ തെറ്റ്? മാസം 50 ലക്ഷം രൂപ ടേൺ ഓവറുള്ള ഒരു ബിസിനസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിൽ എന്റെ ആഗ്രഹവും നടക്കും, എന്റെ ലക്ഷ്യം നേടാൻ പറ്റും. അതും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എങ്ങോട്ട് ഓടിപ്പോണ്. അല്ലാതെ ഇത് എങ്ങോട്ടാ പോകുന്നേ? അവളുടെ പിന്നാലെ പോകുമ്പോ അവളാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ബാൽക്കണിയുടെ മുകളിൽ കയറിയിട്ട് എന്റെ ജീവിതം സമാധാനത്തിൽ ഞാൻ ജീവിക്കായിരുന്നു. ഇനിയിപ്പോ ഇതുവരെ അനുഭവിച്ച ജീവിതം എനിക്ക് കിട്ടില്ല. എന്റെ ബാക്കി ജീവിതം ജയിലിൽ നരകിച്ച് തീർക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അടുത്ത ജന്മത്തിലെങ്കിലും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കിട്ടും നോക്കാം. അതും പറഞ്ഞിട്ട് അവള് നേരെ ആ ബിൽഡിങ്ങിൽ താഴത്തേക്ക് എടുത്ത് ചാടാണ്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ എങ്ങനെയായിരുന്നു കഥ? നിങ്ങൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചോ ഈ ഒരു കഥയിൽ വരാൻ പോകുന്ന ട്വിസ്റ്റുകൾ എന്തൊക്കെയാണ്? അവസാനം ഇതിന്റെയൊക്കെ പിന്നിലെ ഒരു പെൺകുട്ടിയായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആവശ്യത്തിന് ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാരിലേക്ക് ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.